ഹായ് ഓൾ, എല്ലാവർക്കും CMA ഇന്റർ FM ഫൈനാൻഷ്യൽ അനാലിസിസ് എന്ന ടോപ്പിക്കിന്റെ തിയറി പാർട്ടാണ് നമ്മൾ ഇന്ന് കവർ ചെയ്യാൻ പോണത്. മെയിനായിട്ട് ഫൈനാൻഷ്യൽ അനാലിസിസ് എന്താ, അതിന്റെ ഇമ്പോർട്ടൻസ് എന്താ, അതിന്റെ ബെനിഫിറ്റ്സ് എന്താ, ലിമിറ്റേഷൻസ് എന്താ, ടൈപ്സ് ഓഫ് ഫൈനാൻഷ്യൽ അനാലിസിസ് എന്താ, ട്രഡീഷണൽ അപ്രോച്ച് വേഴ്സസ് മോഡേൺ അപ്രോച്ച് എന്താ, ഈ ടോപ്പിക്കുകളാണ് ഈ വീഡിയോയിൽ നമ്മൾ കവർ ചെയ്യുക. ഫൈനാൻഷ്യൽ അനാലിസിസ് പോട്ടെ, അനാലിസിസ് എന്താ? വിശകലനം അല്ലെങ്കിൽ ഒരു നിരീക്ഷണം. നമുക്ക് എന്ത് ഒരു സംഭവം ചെയ്യുമ്പോഴും നമ്മളൊരു അനാലിസിസ് നടത്തും. നമ്മുടെ ദൈനംദിന ജീവിതത്തിലായിക്കോട്ടെ, ബിസിനസ്സിലായിക്കോട്ടെ, പേഴ്സണൽ ലൈഫിൽ എന്തിലായിക്കോട്ടെ. അപ്പൊ നിങ്ങൾക്ക് പ്രോഗ്രസ് കാർഡ് കിട്ടി മാർക്കിന്റെ. അപ്പൊ അതിന്റെ ഒരു അനാലിസിസ് ആര് നടത്തും? നിങ്ങൾ നടത്തില്ല, നിങ്ങൾക്ക് അത് നോക്കാൻ തന്നെ ഇഷ്ടമുണ്ടാവില്ല. പക്ഷെ നിങ്ങളുടെ മാതാപിതാക്കൾ നടത്തും. ആ പ്രോഗ്രസ് കാർഡില് പല പല സബ്ജക്റ്റുകൾ ഉണ്ടാവും. അക്കൗണ്ട്സ് ഉണ്ടാവും, മാത്സ് ഉണ്ടാവും, എക്കോണമിക്സ് ഉണ്ടാവും. ഇപ്പൊ പത്തിലത്തെ വിചാരിക്ക്, ലൈക്ക് 10ലാണെങ്കിൽ അക്കൗണ്ട്സ് ഉണ്ടാവില്ലല്ലോ അല്ലെ. ഇപ്പൊ 10ലത്തെ പ്രോഗ്രസ് കാർഡ് ശരി, പ്ലസ് 2ത്തെ പ്രോഗ്രസ് കാർഡ് തന്നെ വിചാരിച്ചോ. അക്കൗണ്ട്സ് ഉണ്ട്, മാത്സ് ഉണ്ട്, എക്കോണമിക്സ് ഉണ്ട്, അങ്ങനെ പല പേപ്പറുകളുണ്ട്. അപ്പോ ഇതിലിപ്പോ അക്കൗണ്ട്സിൽ ഭയങ്കര ഹൈ സ്കോറാണ്, 100ല് 80 മാർക്സ് ഉണ്ട്. മാത്സിൽ ഒരു 74 ഉള്ളോ, എക്കോണമിക്സിൽ ഒരു 50 സംതിങ് ഉള്ളോ, മാത്സിൽ ഒരു ലൈക്ക് ഒരു 40 ഉള്ളോ വിചാരിക്ക്. 80 ഉണ്ട് ഇതില് അക്കൗണ്ട്സിൽ. അപ്പൊ ഇത് അനാലിസിസ് നടത്തിയിട്ട് നമുക്ക് മനസ്സിലാവും, ഇതിനൊരു വിശകലനം നടത്തി നമുക്ക് മനസ്സിലാവും, ഇവന് അക്കൗണ്ട്സിലാണ് കൂടുതൽ കഴിവ്, മാത്സിലൊക്കെ കഴിവ് കുറവാണ്. അപ്പൊ ഇനി റിലേറ്റഡ് ഗ്രാജുവേഷനിൽ അല്ലെങ്കിൽ അപ്പർ ഗ്രാജുവേഷനിലോ പോസ്റ്റ് ഗ്രാജുവേഷനിലേക്കൊന്നും പോകണ്ട, അല്ലെങ്കിൽ എക്കോണമിക്സ് റിലേറ്റഡ് പോകണ്ട, അക്കൗണ്ട്സ് റിലേറ്റഡ് പോകാൻ തീരുമാനിക്കും. കാരണം അതിലാണ് കൂടുതൽ മാർക്ക് ഉള്ളത്. അപ്പോൾ ഈ കൂടുതൽ മാർക്ക് ഉള്ളത് അക്കൗണ്ട്സിലാണ്. അപ്പൊ അതിന്റെ മേലെ നമ്മൾ എടുത്ത ഡിസിഷൻ എന്തിന്റെ ബേസിലാണ്? ഒരു അനാലിസിസിന്റെ ബേസിസിലല്ലേ. ഇതിപ്പോ മാർക്ക് റിലേറ്റഡ് ആണ്, അപ്പൊ ഇതിനാണെങ്കിൽ മാർക്ക് അനാലിസിസ് എന്ന് പറയാം. അപ്പൊ നമ്മള് ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്, നമ്മുടെ കമ്പനിയിൽ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് നമ്മൾ പ്രിപ്പയർ ചെയ്യും, മാനേജ്മെന്റ്. ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിൽ എന്തൊക്കെ ഉണ്ടാവുക? ബാലൻസ് ഷീറ്റ് ഉണ്ടാവും, പ്രോഫിറ്റ് ആൻഡ് ലോസ് ഉണ്ടാവും, ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് ഉണ്ടാവും, അതുപോലെ തന്നെ സ്റ്റേറ്റ്മെന്റ് ഓഫ് ചേഞ്ചസ് ഇൻ ഇക്വിറ്റി ഉണ്ടാവും, പിന്നെ നോട്ട്സ് ടു അക്കൗണ്ട്സ് ഉണ്ടാവും. ഇപ്പൊ ബാലൻസ് ഷീറ്റ് എന്താണ്? എന്തൊക്കെയാണ് അസറ്റ്, ലൈബിലിറ്റി, എത്ര അസറ്റ് ഉണ്ട്, എത്ര ലൈബിലിറ്റി ഉണ്ട്. അപ്പൊ ബാലൻസ് ഷീറ്റ് കണ്ടു കഴിഞ്ഞാല് ബാങ്കിന് ഒരു ഐഡിയ കിട്ടും. ഇപ്പൊ ബാങ്ക് ഒരു 10 ലക്ഷം രൂപ ലോൺ കൊടുക്കുകയാണെങ്കിൽ ആ ലോണ് കമ്പനിയുടെ ബാലൻസ് ഷീറ്റിൽ എവിടെ വരാ? ലൈബിലിറ്റി സൈഡിൽ വരും. അപ്പോൾ ആ ബാലൻസ് ഷീറ്റിൽ അസറ്റ് സൈഡിൽ തന്നെ ഒരു 50 ലക്ഷത്തിന്റെ അസറ്റ് ഉണ്ടെങ്കിൽ ആ കമ്പനി അതും ലൈക്ക് വേറെ ബാങ്കിൽ എവിടെയൊന്നും കടം വെക്കാത്ത അസറ്റ് ആണെങ്കിൽ 50 ലാഖിന്റെ അസറ്റ് ഉണ്ട് വിചാരിക്കും അസറ്റ് സൈഡിൽ. അപ്പൊ ബാങ്കിന് ഈ ബാലൻസ് ഷീറ്റ് അനലൈസ് ചെയ്യുമ്പോൾ ഒരു 10 ലക്ഷത്തിന്റെ ലോൺ ഈ കമ്പനിക്ക് കൊടുക്കാൻ പേടിയുണ്ടാവോ? ഇല്ല. 10 ലക്ഷം കിട്ടിയില്ലെങ്കിലോ അസറ്റ് വഴി റിക്കവർ ചെയ്യാം, അല്ലെങ്കിൽ സെക്യൂരിറ്റീസ് ചോദിക്കാം. ഇനിയിപ്പോ P&L, ഇപ്പൊ എന്താണ് വല്ല നമ്മള് ഷെയർ മേടിക്കാൻ തീരുമാനിക്കുമ്പോൾ നമ്മൾ P&L അനലൈസ് ചെയ്യും. എന്തിന് പ്രോഫിറ്റ് ഉണ്ടോ, ഇനി എന്ത് പ്രൊഡക്റ്റ് ആണ് ഇവർ വിൽക്കുന്നത്, ഭാവിയിൽ ഈ പ്രൊഡക്റ്റിന് സാധ്യതയുണ്ടോ. അപ്പൊ അവിടെ ഒരു ഷെയർ ഹോൾഡർ അനാലിസിസ് നടത്തി. ഇപ്പൊ ഇനി എന്താണ് ഈ കമ്പനിയെ മേടിക്കാൻ പോവുകയാണ് വേറൊരു കമ്പനി. അപ്പൊ ആ കമ്പനിയിൽ ഈ കമ്പനിയിൽ ശരിക്കും ക്യാഷ് ബാലൻസ് ഉണ്ടോ? നമ്മൾ ഇൻകം ഒക്കെ അക്രൂവൽ ബേസിസിലാണല്ലോ അക്കൗണ്ട് ചെയ്യുക, ഇൻകം ആയാലും എക്സ്പെൻഡിച്ചർ ആയാലും. അപ്പോൾ ചിലപ്പോൾ പ്രോഫിറ്റ് ഒരുപാടുണ്ടാവും, പക്ഷെ ക്യാഷ് കയ്യിൽ എന്തോരം ഉണ്ട് എന്ന് അറിയണമെന്നുണ്ടെങ്കിൽ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് നോക്കാം. അതുപോലെ തന്നെ ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ ആർക്കെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ ആ സ്റ്റേറ്റ്മെന്റ് ഓഫ് ചേഞ്ചസ് ഇക്വിറ്റി നോക്കാം. അതിൽ ഇക്വിറ്റി റിലേറ്റഡ് ഡാറ്റാസ് കാണും. നോട്ട്സ് അക്കൗണ്ട്സിൽ ഇതിന്റെ ഓരോ ഐറ്റംസും റിലേറ്റഡ് ഇമ്പോർട്ടന്റ് ഡിസ്ക്രിപ്ഷൻ വല്ലതുണ്ടെങ്കിൽ അത് നോട്ട്സ് അക്കൗണ്ട്സിൽ കാണും. അപ്പോൾ ലൈക്ക് ഇത് മൊത്തത്തിൽ നമ്മളൊരു അനാലിസിസ് നടത്തില്ലേ? അതിപ്പോ ഓരോ യൂസേഴ്സിന്റെയും ഇന്റൻഷൻ അനുസരിച്ചിട്ട് ഇതിൽ ഏതെങ്കിലും ഒന്നാവാം, അല്ലെങ്കിൽ മൊത്തത്തിലാവാം, അല്ലെങ്കിൽ ഇതിൽ ഏതെങ്കിലും രണ്ടെണ്ണം, പല കോമ്പിനേഷനിലാവാം. അപ്പോൾ ഇങ്ങനെ അനാലിസിസ് നടത്തുന്ന ഇതൊക്കെ ഫിനാൻഷ്യൽ ഇൻഫർമേഷൻ റിലേറ്റഡ് അല്ലെങ്കിൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് അല്ലേ, ഇതിനെ നടത്തുന്ന അനാലിസിസിനെ പറയുന്നതാണ് ഫൈനാൻഷ്യൽ അനാലിസിസ്. അപ്പൊ ഫൈനാൻഷ്യൽ അനാലിസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു തീരുമാനം എടുക്കുന്നതിന് മുന്നേ ആ തീരുമാനം ശരിയാകാനുള്ള എന്തോരം സാധ്യതയുണ്ട് എന്ന് കൺക്ലൂഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ നടത്തുന്ന ഒരു പ്രക്രിയ, അല്ലെങ്കിൽ പ്രോസസ്സ്, അല്ലെങ്കിൽ ഒരു നിരീക്ഷണം, അല്ലെങ്കിൽ ഒരു വിശകലനമാണ് എന്ത് അനാലിസിസ് എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഫിനാൻഷ്യൽ അനാലിസിസ് എന്ന് പറഞ്ഞാൽ. ഇപ്പോ എന്താണ് ഒരു കമ്പനി, ആ കമ്പനിയുടെ P&L എത്രയാണ്? 10 ലക്ഷം ഇൻകം കാണുന്നുണ്ട്. എന്നാൽ വേറൊരു കമ്പനിയുടെ P&L 10 ലക്ഷം ഇൻകം കാണുന്നുണ്ട്. ലൈക്ക് വേറെ കമ്പനിയുടെ അല്ല 10 ലക്ഷം അല്ല, ഒരു 100 ലക്ഷം ഇൻകം വിചാരിക്കും. അപ്പോ ഈ 10 ലക്ഷം ഇൻകം കിട്ടിയിട്ടുണ്ടെങ്കിൽ പോലും അതിന് ആകെ 50,000 അസറ്റ് ഉള്ളു. 50,000 രൂപ അസറ്റ് വെച്ചിട്ടാണ് 10 ലക്ഷം ഇൻകം ഉണ്ടാക്കിയത്. എന്നാൽ ഇവിടെ 100 ലക്ഷം ഇൻകം ഉണ്ടാക്കിയതോ
ഒരു 90 ലക്ഷം അസറ്റ് വെച്ചിട്ടാ വിചാരിക്കുക. 90 ലക്ഷം അസറ്റ് വെച്ചിട്ടാണ് 100 ലക്ഷം ഇൻകം ഉണ്ടാക്കിയത്. ഇവിടെ 50,000 അസറ്റ് വെച്ചിട്ടാണ് 10 ലക്ഷം ഉണ്ടാക്കിയത്. അപ്പോൾ ഇവിടെ ആദ്യം നമ്മൾ ഇൻഡിവിജ്വലി ജസ്റ്റ് പ്രോഫിറ്റ് മാത്രം നോക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഇൻകം മാത്രം നോക്കുകയാണെങ്കിൽ നമ്മൾ ഒബ്വിയസ്ലി ഇതാണ് സൂപ്പർ കമ്പനി പറയാം, ഇതിലാണ് ഇൻവെസ്റ്റ് ചെയ്യുക. ബട്ട് നമ്മൾ ഒരു പ്രോപ്പർ അനാലിസിസ് നടത്തിയപ്പോൾ എന്ന് വെച്ചാൽ റേഷ്യോസ് ഒക്കെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഇവിടെ 90 ലക്ഷം അസറ്റ് യൂസ് ചെയ്തിട്ട് ആകെ 100 ലക്ഷം ഇൻകം ഉണ്ടാക്കിയിട്ടുള്ളൂ. എന്നാൽ ഇവിടെ 50,000 അസറ്റ് വെച്ചിട്ട് 10 ലക്ഷം എന്താണ് ഇൻകം ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ 10 ലക്ഷം ഡിവൈഡഡ് ബൈ 50,000 അടിച്ചാൽ അസറ്റിന്റെ എത്ര ശതമാനമാണ് ഇവിടെ പെർസെൻറ്റേജ്, പർട്ടിക്കുലർ പെർസെൻറ്റേജ് വരും. ഇവിടെ 10 ലക്ഷം ഇൻകം ഉണ്ടാക്കി ഡിവൈഡഡ് ബൈ 100 ലക്ഷം ഇൻകം ഉണ്ടാക്കി ഡിവൈഡഡ് ബൈ 90 lakhs ചെയ്ത് കഴിഞ്ഞാൽ ഒരു പെർസെൻറ്റേജ് വരും. ഒബ്വിയസ്ലി ഈ പെർസെൻറ്റേജ് ആയിരിക്കും ഹയർ. കാരണം കുറഞ്ഞ അസറ്റ് വെച്ചിട്ട് കൂടുതൽ ഇൻകം ഉണ്ടാക്കി. ഇവിടെ കൂടുതൽ അസറ്റ് വെച്ചിട്ട് കുറഞ്ഞ ഇൻകം ഉണ്ടാക്കിയിട്ടുള്ളൂ ഈ കമ്പനി വെച്ച് നോക്കുമ്പോൾ. അപ്പോൾ കണ്ട, അപ്പോൾ ഇവിടെ ഇൻഡിവിജ്വലി നോക്കുമ്പോൾ നമുക്ക് ഡിസിഷൻ കറക്റ്റ് ആയില്ല. എന്നാൽ റേഷ്യോ ബേസിസിൽ നോക്കിയപ്പോൾ ഡിസിഷൻ നമുക്ക് അപ്രോപ്രിയേറ്റ് ആയിട്ട് എടുക്കാൻ പറ്റി. അപ്പോൾ ഇങ്ങനെ പല പല കോൺസെപ്റ്റുകൾ, എങ്ങനെ പ്രോപ്പർലി ഫിനാൻഷ്യൽ അനാലിസിസ് നടത്തണം, എങ്ങനെ ഫിനാൻഷ്യൽ അനാലിസിസ് നടത്തിയാലും വരാൻ സാധ്യതയുള്ള ലിമിറ്റേഷൻസ് എന്തൊക്കെയാണ്, എന്ത് ടൈപ്പ് ഫിനാൻഷ്യൽ അനാലിസിസ് ആണുള്ളത്, ആർക്കൊക്കെയാണ് ഫിനാൻഷ്യൽ അനാലിസിസ് ഉപകാരം, ലൈക്ക് ഇങ്ങനെ ഡിഫറെൻറ്റ് ടൈപ്പ് ആൾക്കാർക്ക് ഫിനാൻഷ്യൽ അനാലിസിസ് നടത്തുമ്പോൾ എന്തൊക്കെയാണ് ഉപകാരങ്ങൾ, ട്രഡീഷണൽ അപ്രോച്ച് എന്താ, മോഡേൺ അപ്രോച്ച് എന്താ, ഇതാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ കവർ ചെയ്യുന്നത്. ഓക്കെ, ഞാൻ ഈ പറഞ്ഞ സാധനങ്ങളൊക്കെ മൈൻഡ് വെച്ചിട്ട് നിങ്ങൾ വായിക്കട്ടെ. ഫൈനാൻഷ്യൽ അനാലിസിസ് ഇൻവോൾവിങ് അറേഞ്ചിങ് ആൻഡ് ക്ലാസിഫൈങ് ഫൈനാൻഷ്യൽ ഡാറ്റ ടു സിമ്പിൾ അണ്ടർസ്റ്റാൻഡബിൾ കോമ്പണൻസ്. നമ്മൾ ബ്രേക്ക് ഡൗൺ ചെയ്യും, നമുക്ക് വേണ്ട രീതിയിലത്തെ അല്ലെങ്കിൽ വേണ്ട ഫോർമാറ്റിലോട്ട് മാറ്റും അനാലിസിസ് എളുപ്പമാക്കാൻ വേണ്ടിയിട്ട്. ദിസ് പ്രോസസ് ഹെൽപ്സ് ഇന്റർപ്രറ്റ് ഡാറ്റ ടു ഡിറ്റർമിൻ ബിസിനസ് പ്രോഫിറ്റബിലിറ്റി, എഫിഷ്യൻസി ആൻഡ് ലിക്വിഡിറ്റി. ഇപ്പോൾ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിൽ സെയില് 10 ലക്ഷം കാണുന്നുണ്ടെങ്കിൽ ഈ 10 ലക്ഷം പറഞ്ഞു കഴിഞ്ഞാൽ ടോട്ടൽ എമൗണ്ട് ആണ്. ചിലപ്പോൾ ഈ കമ്പനിക്ക് ഒരു 4 പ്രൊഡക്റ്റ് ഉണ്ടാവാം. ആ 4 പ്രൊഡക്റ്റിൽ ഓരോ പ്രൊഡക്റ്റിന് എത്ര സെയിൽ ഞാൻ ആദ്യം ലൈക്ക് ഇതിനെ ബ്രേക്ക് ഡൗൺ ചെയ്യും. എന്നിട്ട് അങ്ങനെ സിമ്പിൾ ഫോർമാറ്റിലാക്കിയിട്ടായിരിക്കും ഞാൻ അനാലിസിസ് നടത്തുന്നുണ്ടാവുക. കാരണം ഒരു കോംപ്ലക്സ് ഫോർമാറ്റിൽ നിന്ന് അനാലിസിസ് നടത്തി കഴിഞ്ഞാൽ ഇതിന്റെ അനാലിസിസ് തെറ്റാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ ഇതിനെ ബ്രേക്ക് ഡൗൺ ചെയ്യും. കോംപ്ലക്സ് ഡാറ്റനെ സിമ്പിൾ അണ്ടർസ്റ്റാൻഡബിൾ കോമ്പണൻസ് ആക്കി ബ്രേക്ക് ഡൗൺ ചെയ്യും. എന്നിട്ട് ഞാൻ കമ്പയർ ചെയ്യും. ലൈക്ക് ഇപ്പൊ 4 പ്രൊഡക്റ്റില് ഇപ്പോൾ 4 പ്രൊഡക്റ്റില്ലേ, ഒരു പ്രൊഡക്റ്റിന്റെ സെയില് ഒരു 5 lakh വിചാരിക്കുക. സെക്കൻഡ് പ്രൊഡക്റ്റിന്റെ സെയില് ഒരു 2 lakh ആണ്. തേർഡ് പ്രൊഡക്റ്റിന്റെ സെയില് ഒരു 6 lakh വിചാരിക്കും. എന്നാൽ 4 പ്രൊഡക്റ്റിന്റെ സെയിലോ ലൈക്ക് പ്രോഫിറ്റ് വിചാരിക്കട്ടെ, 10 ലക്ഷം പ്രോഫിറ്റ് ആണെന്ന് വിചാരിക്കുക, എന്നാലേ കറക്റ്റ് ആവുള്ളൂ. 4th പ്രൊഡക്റ്റിന്റെ പ്രോഫിറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ 3 lakh ലോസ് ആണ് വിചാരിക്കുക. അപ്പോൾ ഇവിടെ ഓൺ എ ഹോളിസ്റ്റിക് ബേസിസ് അല്ലെങ്കിൽ ടോട്ടാലിറ്റി ബേസ് നോക്കുമ്പോൾ കമ്പനിക്ക് പ്രോഫിറ്റാണ്. ബട്ട് ഞാൻ ബ്രേക്ക് ഡൗൺ ചെയ്ത് നോക്കിയപ്പോഴോ ഒരെണ്ണത്തിന് ലോസ് ആണ്. അപ്പോൾ എനിക്ക് ഇവിടെ എന്താ പ്രശ്നം എന്ന് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് സ്റ്റെപ്സ് എടുക്കാം. എന്നിട്ട് അതിന് വേണ്ട റെക്ടിഫൈ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ റെക്ടിഫൈ ചെയ്യാം. ഇല്ലെങ്കിൽ ഈ പ്രൊഡക്റ്റ് എനിക്ക് വേണ്ട എന്ന് വെക്കാം, ലോസ് മേക്കിംഗ് ആണ്. ചിലപ്പോൾ മാർക്കറ്റിൽ ഡിമാൻഡ് ഉണ്ടാവില്ല. ഡിമാൻഡ് ഇല്ല എന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ എന്ത് ചെയ്തിട്ടും കാര്യമില്ല. അല്ലെങ്കിൽ ഡിമാൻഡ് ഉണ്ടാക്കേണ്ട വല്ല സിനാരിയോ ഉണ്ടാക്കണം. ഇപ്പോൾ ഈ സിനിമയിലൊക്കെ ഒരു ഉടായിപ്പ് പരിപാടി പോലെ. അല്ലെങ്കിൽ ഇപ്പോൾ ഇവിടെ 6 lakhന്റെ ഇപ്പോൾ തേർഡ് പ്രൊഡക്റ്റാണ് ലോസ് എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അവിടെ മെഷീനറി മെഷീനറി ചിലപ്പോൾ ലോ ക്വാണ്ടിറ്റി ആയിരിക്കും പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടാവുക. ഡിമാൻഡിന് അത്ര സപ്ലൈ ചെയ്യാൻ പറ്റുന്ന യൂണിറ്റ്സ് മെഷീനറി പ്രൊഡ്യൂസ് ചെയ്യുന്നില്ലെങ്കിൽ മെഷീനറിയിൽ ഞാൻ വല്ല കസ്റ്റമൈസേഷൻ നടത്തി കഴിഞ്ഞാൽ എനിക്ക് മെഷീനറിയുടെ പ്രൊഡക്ഷൻ കൂട്ടാൻ പറ്റും. പ്രൊഡക്ഷൻ കൂട്ടാൻ പറ്റുമ്പോൾ പ്രൊഡക്ഷൻ ക്വാണ്ടിറ്റി കൂടും. ക്വാണ്ടിറ്റി കൂടുമ്പോൾ എനിക്ക് ഡിമാൻഡിന് മീറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ സെയിൽസ് കൂടും. അപ്പോൾ ഈ ഡിസിഷൻസ് ഒക്കെ എനിക്ക് ഇപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റ് വേണ്ട എന്ന് തീരുമാനിക്കാനും അല്ലെങ്കിൽ ഈ ഒരു മെഷീനറിയിൽ കസ്റ്റമൈസേഷൻ നടത്തണമെന്ന് തീരുമാനിക്കുന്നുണ്ടെങ്കിൽ ഞാൻ ഒരു പ്രോപ്പർ ഫൈനാൻഷ്യൽ അനാലിസിസ് നടത്തിയതുകൊണ്ടാണ്. അല്ലേ ഇപ്പൊ ഇവിടെ അക്കൗണ്ട്സിലാണ് ഒരു മാർക്ക് കൂടുതൽ നടത്തിയിട്ട് ഇവനെ CA പറഞ്ഞു വിടുകയാണ്, CMA പറഞ്ഞു വിടുകയാണ്. അതുകൊണ്ടാണ് ഞാൻ പ്രോപ്പർ അനാലിസിസ് നടത്തിയോണ്ടാണ്. അപ്പൊ ഇവന് അക്കൗണ്ട്സ് ഒക്കെ ആണല്ലോ CA CMAയിലൊക്കെ മെയിൻ ആയിട്ട് വരുന്നത്. അപ്പൊ ഇവന് അത് പെട്ടെന്ന് പാസ്സാവാൻ പറ്റും. അപ്പൊ ഇവന് സമയം വൈകത്തില്ല, അവന് പെട്ടെന്ന് ജോലി കിട്ടും. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് ഒരു ഫിനാൻഷ്യൽ അനാലിസിസിന്റെ പർപ്പസ് പറയുന്നത്. നത്തിങ് ബട്ട് നമ്മുടെ വീക്ക്നെസ് കണ്ടുപിടിക്കാനും നമ്മുടെ ബിസിനസിന്റെ വീക്ക്നെസ് കണ്ടുപിടിക്കാനും അത് റെക്ടിഫൈ ചെയ്യാനും ഇംപ്രൂവ്മെന്റ്സ് കൊണ്ടുവന്നിട്ട് പ്രോഫിറ്റിലോട്ട് കമ്പനിയെ എത്തിക്കാനും സഹായിക്കുന്ന ഒരു പ്രോസസ്സാണ് ഫിനാൻഷ്യൽ അനാലിസിസ്. ലിക്വിഡിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യാഷ് നമുക്ക് 10 ലക്ഷം രൂപ P&L ലാഭം ഉണ്ടായ പോരാ, കയ്യിൽ ക്യാഷ് വരണം. ഇപ്പോൾ നമ്മൾ ക്രെഡിറ്റ് സെയിൽ ചെയ്താലും അത് P&L റവന്യൂ ആയിട്ടാണ് വരിക, അല്ലേ? അപ്പൊ നമ്മൾ ക്രെഡിറ്റ് സെയിൽ ചെയ്യുന്ന ഡെപ്റ്റേഴ്സ് കുറക്കേണ്ടി വരും. അപ്പൊ ഡെപ്റ്റേഴ്സ് കുറക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ
ലൈക്ക് ഒന്ന് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ആയെന്ന് ചൂന്നിറങ്ങി നോക്കണം. ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് നോക്കേണ്ടി വരും. P&L 10 ലക്ഷം രൂപ ലാഭം കാണേണ്ട, എന്നാൽ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റിൽ 50,000 രൂപയാണ് ക്യാഷ് കാണുന്നുള്ളൂ. അപ്പോൾ ഇത്ര ലൈക്ക് പ്രോഫിറ്റ് ഉണ്ടായിട്ട് എന്താ 50,000 രൂപ ക്യാഷ് ഞാൻ നോക്കുമ്പോൾ എനിക്ക് മനസ്സിലാവും ഡെപ്റ്റർ ആണ് കൂടുതൽ, അല്ലെങ്കിൽ ക്രെഡിറ്റ് സെയിലാണ് കൂടുതൽ. അതുകൊണ്ടാണ് അല്ലെങ്കിൽ ഡെപ്റ്റർ റിക്കവറി ഭയങ്കര സ്ലോ പ്രോസസ് ആയിട്ടാണ് നടക്കുന്നത്. അപ്പോൾ ഞാൻ അത് കൂട്ടാൻ വേണ്ട സ്റ്റെപ്സ് എടുക്കും. ഫാക്ടറിങ് ലൈക്ക് അങ്ങനത്തെ കുറച്ച് ഓപ്ഷൻസ് ഉണ്ട്. ലൈക്ക് നമുക്ക് ആൾക്കാരെ ഏൽപ്പിക്കാം ഡെപ്റ്ററിൻ്റെ കളക്ട് ചെയ്യാൻ. അപ്പോൾ ഇങ്ങനെ പല പല നമ്മുടെ കുറവുകളെ മനസ്സിലാക്കി വേണ്ട ഡിസിഷൻസ് എടുക്കാൻ സഹായിക്കുന്ന പ്രോസസ്സാണ് എന്ത്, ഫിനാൻഷ്യൽ അനാലിസിസ്. ഒബ്ജക്റ്റീവ്സ് ഓഫ് ഫിനാൻഷ്യൽ അനാലിസിസ് എന്താ? ദ ബേസിക് ഒബ്ജക്റ്റീവ് ഓഫ് ഫിനാൻഷ്യൽ അനാലിസിസ് ആർ ഫോഴ്സ് ടു എക്സാമിൻ ഫൈനാൻഷ്യൽ ഹെൽത്ത് ഓഫ് ദ ഫേം. ലൈക്ക് ഫേം എത്രത്തോളം ഫിനാൻഷ്യലി ഹെൽത്ത് ആണ്, എത്ര എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ സർവൈവ് ചെയ്യാൻ പറ്റുമോ? ഇപ്പോൾ നാളെ പെട്ടെന്ന് കൊറോണ വന്നു കഴിഞ്ഞാൽ സർവൈവ് ചെയ്യാനുള്ള ഹെൽത്ത് ഉണ്ടോ, അല്ലെങ്കിൽ അത്ര അസറ്റ് ഉണ്ടോ? ടു ഇവാലുവേറ്റ് ദ പ്രോഫിറ്റബിലിറ്റി ഓഫ് എന്റർപ്രൈസ്. ഓൾറെഡി ഫോർ എക്സാമ്പിൾ പറഞ്ഞു. ടു അണ്ടർസ്റ്റാൻഡ് ലോങ് ടൈം ആൻഡ് ഷോർട്ട് ടൈം സോൾവൻസി. ഷോർട്ട് ടൈം അസറ്റ് അല്ലെങ്കിൽ ഷോർട്ട് ടൈം ലൈബിലിറ്റി മീറ്റ് ചെയ്യാനുള്ള ഷോർട്ട് ടൈം അസറ്റ് ഉണ്ടോ, ലോങ് ടൈം ലൈബിലിറ്റി മീറ്റ് ചെയ്യാനുള്ള ലോങ് ടൈം അസറ്റുകൾ ഉണ്ടോ? അതാണ് സോൾവെന്റ് പറഞ്ഞു കഴിഞ്ഞാൽ ലൈബിലിറ്റി മീറ്റ് ചെയ്യാനുള്ള അസറ്റ് കയ്യിലുണ്ടോ. ടു സ്റ്റഡി ദ ഡെപ്റ്റ് സർവീസിങ് കപ്പാസിറ്റി എന്ന് വെച്ചാൽ ലോൺ വല്ലതുണ്ടെങ്കിൽ ആ ലോണിന്റെ ഷെഡ്യൂൾഡ് റീപേയ്മെന്റ് ബാങ്ക് തരില്ല, എല്ലാ മാസം ഇത്ര എമൗണ്ട് ആണ് നടക്കേണ്ടത്, അത് റീപേ ചെയ്യാനുള്ള ക്യാഷ് കയ്യിലുണ്ടോ, കമ്പനിയുടെ കയ്യിൽ ക്യാഷ് ഉണ്ടോ, അത് എന്താണ് മനസ്സിലാക്കാൻ പറ്റും ഫിനാൻഷ്യൽ അനാലിസിസിലൂടെ. അപ്പം ഫിനാൻഷ്യൽ അനാലിസിസിലൂടെ ലൈക്ക് ജസ്റ്റ് കുറച്ച് പോയിന്റ്സിലൂടെ പറഞ്ഞു എന്നുള്ള ഒബ്ജക്റ്റീവ് ഓഫ് ഫിനാൻഷ്യൽ അനാലിസിസ്. ഈ പറഞ്ഞ സാധനങ്ങളൊക്കെ മനസ്സിലാക്കാനും ഇനിയിപ്പോൾ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതിന് വേണ്ട റെക്ടിഫിക്കേഷൻ എടുക്കാനാണ് ഒബ്ജക്റ്റീവ്സ് ഓഫ് ഫിനാൻഷ്യൽ അനാലിസിസ്. ഇനി ഇമ്പോർട്ടൻസ് ആൻഡ് ബെനിഫിറ്റ്. അത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇമ്പോർട്ടൻസ് ആൻഡ് ബെനിഫിറ്റ്. ദ ഇമ്പോർട്ടൻസ് ആൻഡ് ബെനിഫിറ്റ്സ് ഓഫ് ഫിനാൻഷ്യൽ അനാലിസിസ് ഫ്രം ദ വ്യൂ പോയിന്റ് ഓഫ് വേരിയസ് ഇന്റേണൽ ആൻഡ് എക്സ്റ്റേണൽ സ്റ്റേക്ക് ഹോൾഡേഴ്സ്. ആരൊക്കെയാണ് ഇന്റേണൽ സ്റ്റേക്ക് ഹോൾഡേഴ്സ്? മാനേജ്മെന്റ്. ലൈക്ക് എക്സ്റ്റേണൽ ആരൊക്കെയാണ് വരുന്നത്? ഇൻവെസ്റ്റേഴ്സ്, ക്രെഡിറ്റേഴ്സ്, ഫിനാൻഷ്യൽ അനലിസ്റ്റ്, ലേബർ യൂണിയൻസ്. ലൈക്ക് ലേബർ യൂണിയൻസ് ഇന്റേണൽ ആട്ടാ, കാരണം അവർ കമ്പനിയുടെ ഉള്ളിൽ വർക്ക് ചെയ്യുന്നവരല്ലേ. ഇനി എന്താ? ത്രൂ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് അനാലിസിസ് മാനേജ്മെന്റ് ക്യാൻ മെഷർ ദ എഫക്റ്റീവ്നെസ് ഓഫ് ദയർ പോളിസീസ്, ഡിറ്റർമിൻ ദ എബിലിറ്റി ടു അഡോപ്റ്റ് ന്യൂ പോളിസീസ് ആൻഡ് പ്രൊസീജിയേഴ്സ് ആൻഡ് മെഷർ ദ റിസൾട്ട്സ് ഓഫ് മാനേജീരിയൽ എഫേർട്ട്. ഇപ്പോൾ എന്താണ്, കോസ്റ്റ് റിഡക്ഷന് വേണ്ടിയിട്ട് ഒരുപാട് പോളിസീസ് മാനേജ്മെന്റ് ഇംപ്ലിമെന്റ് ചെയ്ത് വിചാരിക്കുക. അപ്പോൾ ആ കോസ്റ്റ് റിഡക്ഷനിലേക്ക് എന്തെങ്കിലും ബയോമെട്രിക് വെക്കുക. അപ്പം എംപ്ലോയീസ് നേരത്തെ വരുമ്പോൾ എന്താണ് ലൈക്ക് ഡിലേ ഉണ്ടാവുന്നില്ല, അപ്പം അതുവഴി സെയിൽ നഷ്ടപ്പെട്ടു പോകണില്ല. അല്ലെങ്കിൽ എന്താണ് ഇപ്പോൾ പണ്ട് മാനുവലി ആയിരുന്നു ആ പ്രൊഡക്റ്റ് ഉണ്ടാക്കിയിരുന്നത്. ഇപ്പം മെഷീനറി മേടിച്ചപ്പോൾ എന്താണ് മെഷീൻസ് സ്പീഡിൽ പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്നുണ്ട്. അപ്പം ഇതിൻ്റെ കോസ്റ്റ് കുറയല്ലേ, ലൈക്ക് ലേബറിൻ്റെ ചാർജ് ഒക്കെ കുറയാണ്. അപ്പം അങ്ങനത്തെ വല്ല പോളിസിയൊക്കെ ഞാൻ ഇംപ്ലിമെന്റ് ചെയ്യുമ്പോൾ ഞാൻ ആ കോസ്റ്റ് നോക്കും എത്രയാണ്. ഒരു മിനിറ്റ്. ഞാൻ ഇംപ്ലിമെന്റ് ചെയ്ത പോളിസിയുടെ എഫക്റ്റീവ്നെസ് നോക്കും. ഇപ്പം ഞാൻ ആ മെഷീനറി ഇംപ്ലിമെന്റ് ചെയ്യുന്നതിന് മുന്നേ ഉണ്ടായിരുന്ന കോസ്റ്റ് 5 lakh വിചാരിക്കുക. എന്നാൽ മെഷീനറി ഇംപ്ലിമെന്റ് ചെയ്തതിന് ശേഷം വന്ന കോസ്റ്റ് എത്ര? 4 lakh ആണ്. ലൈക്ക് പ്രൊഡക്ഷൻ കോസ്റ്റ്. മെഷീനറി വന്നപ്പോൾ എനിക്ക് കുറേ ലേബേഴ്സിന്റെ ആവശ്യം ഉണ്ടായില്ല. അപ്പോൾ പിന്നീട് എന്താണ് മെഷീനറി ആണ് കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ 4 lakh ആണ് കോസ്റ്റ് വരുന്നുള്ളൂ. അപ്പോൾ എനിക്ക് മനസ്സിലായി അനാലിസിസിലൂടെ പണ്ട് 6 ലക്ഷം പ്രോഫിറ്റ് ഉണ്ടായിരുന്നെങ്കിൽ ഇപ്രാവശ്യം 7 ലക്ഷം പ്രോഫിറ്റ് ഉണ്ടായിട്ടുണ്ട്. കാരണം 1 ലക്ഷം എക്സ്പെൻസ് പറഞ്ഞില്ലടാ. അപ്പോൾ ഇത് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് അനാലിസിസ് എനിക്ക് മനസ്സിലായി. ഈ മെഷീനറി മേടിച്ചത് നല്ലതായി, കാരണം എനിക്ക് 1 ലക്ഷം കോസ്റ്റ് സേവിങ്സ് ഉണ്ടായി. അപ്പോൾ ഞാൻ എന്താ ചെയ്യുക, ഒന്നുകൂടി ഒരു മെഷീനറി മേടിക്കും. അപ്പോൾ എനിക്ക് വീണ്ടും ചിലപ്പോൾ 1 ലക്ഷം കോസ്റ്റ് സേവിങ്സ് ഉണ്ടാവും. അപ്പോൾ ലൈക്ക് അത് അങ്ങനെ മേടിക്കണോ വേണ്ടേ എന്ന് തീരുമാനിക്കുവാനൊക്കെ ഈ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് അനാലിസിസ് ഹെൽപ്പ് ചെയ്യുക. ജസ്റ്റ് കോമൺ സെൻസ് ആണ്. നമ്മളൊരു അനാലിസിസ് നടത്തുമ്പോൾ നമുക്ക് കുറച്ച് ലൈക്ക് ഐഡിയാസ് കിട്ടത്തില്ല. ഇവിടെയാണ് മിസ്റ്റേക്ക്, എൻ്റെ മിസ്റ്റേക്ക്. നമ്മൾ പഠിച്ചിട്ട് എക്സാം എഴുതി കഴിഞ്ഞിട്ട് തോറ്റ് കഴിഞ്ഞാൽ നമ്മളൊരു അനാലിസിസ് നടത്തും. നമ്മൾ എന്താ ചെയ്യുക, നമ്മൾ RTIന്ന് ആൻസർ പേപ്പർ എടുക്കുക. എന്നിട്ട് ഞാൻ ഇവാലുവേറ്റ് ചെയ്യും. അപ്പോൾ ഇവിടെ ഞാൻ ശരിയെന്ന് വിചാരിച്ച് തെറ്റിപ്പോയിട്ടുണ്ട്. അപ്പോൾ ഞാൻ പഠിക്കണ രീതി ശരിയല്ല, അല്ലെങ്കിൽ ഞാൻ ആൻസർ എഴുതുന്ന രീതി ശരിയല്ല. അപ്പോൾ എനിക്ക് എന്നെ പറ്റി ഒരു ഐഡിയ കിട്ടിയില്ല. അത് എന്നിട്ട് ഇവിടെ അനാലിസിസ് നടത്തല്ലേ. ആ ഒരു സെയിം സംഭവം തന്നെ ഒരു P&L അല്ലെങ്കിൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് കാണുമ്പോൾ ഓഡിറ്റർ ലൈക്ക് മാനേജ്മെന്റ് ചെയ്യുമ്പോൾ അവർക്ക് കുറേ റെക്ടിഫിക്കേഷൻസ് ചെയ്യേണ്ട ഏരിയാസ് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. അതിന് വേണ്ട റെക്ടിഫിക്കേഷൻസ് അവരെടുക്കും, മെഷേഴ്സ് എടുക്കും. എന്നിട്ട് ആ റെക്ടിഫൈ ചെയ്തത് ഇമ്പ്രൂവ് ആയിട്ടോ നോക്കും. എങ്ങനെ ഇമ്പ്രൂവ് ആയിട്ടോ നോക്കാം? ഒന്നെങ്കിൽ ഇൻകം കൂടണം, അല്ലെങ്കിൽ കോസ്റ്റ് കുറയണം, അല്ലേ? ദിസ് അനാലിസിസ് ഹെൽപ്സ് ടു ഐഡന്റിഫൈ റിലേറ്റീവ് എഫിഷ്യൻസി ആൻഡ് വീക്ക്നെസ് ഓഫ് ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റ്. ഇപ്പോൾ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റ് പറഞ്ഞിട്ടുണ്ട് അവരുടെ കോസ്റ്റ് 5 ലക്ഷത്തിൽ 4 ലക്ഷം. എന്ത് പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റ് പ്രൊഡക്റ്റ് ഉണ്ടാക്കിയിട്ട് പാക്കേജിംഗ് ഡിപ്പാർട്ട്മെന്റിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാന്ന് വിചാരിക്കുക. അപ്പോൾ പാക്കേജിംഗ് ഡിപ്പാർട്ട്മെന്റിൽ ഈ മെഷീനറി ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ടെങ്കിലും അത് ഓപ്പറേറ്റ് ചെയ്യാൻ കോസ്റ്റ് കൂടുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇംപ്ലിമെന്റ് ചെയ്യുന്നതിന് മുന്നേ 5 lakh ആണ് കോസ്റ്റ് ഉണ്ടെങ്കിൽ ഇംപ്ലിമെന്റ് ചെയ്തതിനു ശേഷം 6 lakh ആണ്. ലൈക്ക് ഇലക്ട്രിസിറ്റി ഭയങ്കര കൺസ്യൂം ചെയ്യുന്നത് വിചാരിക്കുക. അപ്പോൾ ഈ അനാലിസിസ് നടത്തുമ്പോൾ എനിക്ക് മനസ്സിലായി കോസ്റ്റ് കൂടിയിട്ടുണ്ട്. അപ്പോൾ ഇത് എന്താണ് അപ്രോപ്രിയേറ്റ് പോളിസി അല്ല. അപ്പോൾ ഇതിനെ ചിലപ്പോൾ വിറ്റൊഴിവാക്കും, എന്നിട്ട് ലേബറിനെ തിരിച്ചു വെക്കും.
അതൊക്കെ അനാലിസിസിലൂടെ മനസ്സിലാക്കാൻ പറ്റില്ലേ? അത് തന്നെ ഫൈൻഡ് ദ വേ ടു ഓവർകം ഡെഫിഷ്യൻസീസ്. ഒന്നെങ്കിൽ ഇത് വല്ല കസ്റ്റമൈസേഷൻ നടത്തിയിട്ട് ഇതിന്റെ ഇലക്ട്രിസിറ്റി കൺസംപ്ഷൻ കുറക്കാൻ പറ്റും, അങ്ങനെ ചെയ്യും. അല്ലെങ്കിൽ ഈ മെഷീനറി ഒഴിവാക്കും, എന്നിട്ട് അടുത്ത എന്താ ആൾട്ടർനേറ്റീവ് മെഷർ വെച്ച് അത് അക്സെപ്റ്റ് ചെയ്യും. ഇൻവെസ്റ്റേഴ്സിന് എന്താ ഫൈനാൻഷ്യൽ അനാലിസിസ് എനേബിൾസ് ഇൻവെസ്റ്റേഴ്സ് ടു അണ്ടർസ്റ്റാൻഡ് ദ ഏർണിംഗ് കപ്പാസിറ്റി, soundness of dividend policy and degrees of financial growth. By analyzing financial statement, prospective investors can take investment decision. ഞാനൊരു കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുന്നുണ്ടെങ്കിൽ ഞാൻ അതേ കമ്പനിയുടെ ഏർണിങ്സ് എന്തോരം നോക്കും, അവരെന്തോരം എത്ര ഡിവിഡൻഡ് റേഷ്യോ കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ അവർക്ക് 100 ഒരു എന്താണ് 5 ലക്ഷം രൂപ ഏർണിങ്സ് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അതിലെ 4 ലക്ഷം അവർ ഡിവിഡൻഡ് ആക്കി കൊടുക്കുകയാണെങ്കിൽ എനിക്ക് അതിൽ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ഇൻട്രസ്റ്റ് കൂടുതലേ ചെയ്യുക. അപ്പോൾ ഞാൻ അവിടെ പേ ഔട്ട് റേഷ്യോ എത്ര നോക്കും? ഇപ്പോൾ 4 lakh by 5 lakh ചെയ്ത് കഴിഞ്ഞാൽ എത്ര 8% ആണ് വരിക, ലൈക്ക് 80%, ലൈക്ക് അത്ര അറൗണ്ട് അത്രയാണ് വരിക. അപ്പോൾ ഡിവിഡൻഡ് പോളിസിയുടെ പേ ഔട്ട് റേഷ്യോ കൂടുമ്പോൾ എനിക്ക് ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ഇൻട്രസ്റ്റ് കൂടും. അപ്പോൾ ഞാൻ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് അനാലിസിസ് വഴിയല്ലേ എനിക്ക് ഈ ഡിസിഷൻ എടുക്കാൻ പറ്റുക. ബൈ അനാലിസിങ് ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് പ്രോസ്പെക്റ്റീവ് ഇൻവെസ്റ്റർക്ക് ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ. അപ്പോൾ ഈ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് അനാലിസിസ് നടത്തുന്നതോടുകൂടി അയാൾക്ക് ലൈക്ക് തീരുമാനം എടുക്കാൻ പറ്റും ഇൻവെസ്റ്റ് ചെയ്യണോ വേണ്ടേ എന്നുള്ളത്. ഓക്കെ ഓക്കെ, അടുത്തെന്താ ക്രെഡിറ്റർ യൂസസ് ഫൈനാൻഷ്യൽ അനാലിസിസ്. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് അനലൈസ് ചെയ്യുമ്പോൾ എന്തിന്? കമ്പനിയുടെ ക്രെഡിറ്റ് വർത്തിനെസ് നോക്കാൻ ആൻഡ് കപ്പാസിറ്റി. വെച്ചാൽ ഇവർക്ക് ക്യാഷ് ഉണ്ടോ നോക്കും. ആര്? ക്രെഡിറ്റർ. കടത്തിന് സെല്ല് ചെയ്ത് കഴിഞ്ഞാൽ ക്രെഡിറ്റർക്ക് തിരിച്ച് കിട്ടാൻ എമൗണ്ട് തിരിച്ച് കിട്ടാനുള്ള കറണ്ട് ലയബിലിറ്റി അസറ്റ് ഇല്ലേ നോക്കും. അല്ലെങ്കിൽ ക്രെഡിറ്റ് വർത്തിനെസ് നോക്കാൻ നത്തിങ് ബട്ട് ക്യാഷ് ഇല്ലേ നോക്കും. കമ്പനിയുടെ അത്യാവശ്യം ലൈക്ക് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് നോക്കിയിട്ട് ഉണ്ട് ഒരുപാട് ക്യാഷ് ഉണ്ടെന്നുണ്ടെങ്കിൽ ക്രെഡിറ്റർക്ക് പേയ്മെന്റ് ഉണ്ടാവില്ലല്ലോ കടം കൊടുക്കാൻ. ആൻഡ് കപ്പാസിറ്റി ഓഫ് ദ ഫേം ടു പേ ഔട്ട്സൈഡേഴ്സ് ഒബ്ലിഗേഷൻ. ഇപ്പോൾ ഒരുപാട് ക്രെഡിറ്റേഴ്സ് ഇങ്ങനെ പെൻഡിങ് നിൽക്കുകയാണ്. ഫിനാൻഷ്യൽ കമ്പനിയുടെ ബാലൻസ് ഷീറ്റിൽ ഒരുപാട് ക്രെഡിറ്റേഴ്സ് ഇങ്ങനെ ഔട്ട്സ്റ്റാൻഡിങ് നിൽക്കുകയാണെങ്കിൽ എനിക്ക് ക്രെഡിറ്റിൽ സെയിൽ നടത്താൻ പേടിയുണ്ടാവില്ലേ ഈ കമ്പനിക്ക്? കാരണം ഓൾറെഡി ക്രെഡിറ്റേഴ്സ് ഔട്ട്സ്റ്റാൻഡിങ് നിൽക്കണം. അപ്പോൾ അതിന് കൂടെ എൻ്റെ കൂടി അവൻ ആഡ് ആവും എന്നല്ലാതെ എനിക്ക് പേയ്മെന്റ് കിട്ടണം നിർബന്ധമില്ലല്ലോ. ഇനി ഫിനാൻഷ്യൽ അനലിസ്റ്റ് ആൻഡ് റിസർച്ച് സ്കോളേഴ്സ്. ഫിനാൻഷ്യൽ അനലിസ്റ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് ലൈക്ക് ഇത്തിരി പ്രൊഫഷണൽ ആയിട്ട് ഇത്തിരി ടെക്നിക്കൽ നോളജ് ഉള്ള ആൾക്കാരുണ്ടാവും. ലൈക്ക് ഇപ്പോൾ ഞാൻ ബിസിനസ് ചെയ്തു, എനിക്ക് ചിലപ്പോൾ അനലൈസ് ചെയ്യാൻ അറിയണമെന്നില്ല. എനിക്ക് കറണ്ട് അസറ്റ് എന്താ, കറണ്ട് ലയബിലിറ്റി എന്താ, ഇതിന്റെ റേഷ്യോ എന്താ എന്നും അറിയുന്നില്ല. അപ്പോൾ ഞാൻ എന്താ ചെയ്യാം? ഇതൊക്കെ അറിയണ വേണമെങ്കിൽ സി എക്കാരൻ ഒരു ഫിനാൻഷ്യൽ അനലിസ്റ്റ് ആവുകയൊക്കെ ചെയ്യാട്ടെ. അപ്പോൾ അങ്ങനത്തെ നോളജുള്ള ആൾക്കാർക്ക് ചെന്നിട്ട് ഞാൻ എൻ്റെ കമ്പനിയുടെ പെർഫോമൻസ് എങ്ങനെയുണ്ട്, എവിടെയൊക്കെയാണ് റെക്ടിഫിക്കേഷൻ അല്ലെങ്കിൽ ഡെഫിഷ്യൻസി ഉള്ളത്, എന്തൊക്കെ മെഷേഴ്സ് ഞാൻ എടുത്താലാണ് എൻ്റെ കമ്പനി ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുക എന്ന് ഞാൻ ഇത്തരം ഫിനാൻഷ്യൽ അനലിസ്റ്റുകളെ ചെന്നിട്ട് മീറ്റ് ചെയ്യും. റിസർച്ച് സ്കോളേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈക്ക് ഇപ്പം നമ്മൾ മോഡി ഗിലർ മില്യാനി അല്ലെങ്കിൽ എന്താണ് ലൈക്ക് കുറെ എക്കണോമിസ്റ്റുകളില്ലടാ, അവരുടെ ഒക്കെ ഫോർമുലകളല്ലേ നമ്മൾ യൂസ് ചെയ്യുന്നത്. വേണ്ട സമയത്തൊന്നും കിട്ടുന്നില്ലല്ലോ. അയ്യോ ഒരെണ്ണം ഉണ്ടല്ലോ മറ്റേ വാൾട്ടേഴ്സ് മോഡല്, അവരൊക്കെ ഈ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് അനാലിസിസ് നടത്തും. അവർ ഓരോ ഇക്വേഷൻസും അല്ലെങ്കിൽ ഇങ്ങനെ ഓരോ മെത്തേഡുകൾ ഫോം ചെയ്യുന്നതിന് മുന്നേ. അതാണ് ഫിനാൻഷ്യൽ അനലിസ്റ്റ് ആൻഡ് സ്കോളേഴ്സ് ക്യാൻ ഇവാലുവേറ്റ് ദ ഫൈനാൻഷ്യൽ പോളിസീസ് യൂസ്ഡ് ബൈ മാനേജ്മെന്റ് ആൻഡ് പ്രൊവൈഡ് കൺസ്ട്രക്റ്റീവ് സജഷൻസ് ടു ഓവർകം ഫിനാൻഷ്യൽ പ്രോബ്ലംസ്. ഇപ്പോൾ ഇഒക്യു ഒരു ഇതുപോലെ ഒരു റിസർച്ച് സ്കോളർ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് അനലൈസ് ചെയ്തിട്ട് ഒരു ഇക്വേഷൻ ഫോം ചെയ്തതാണ്. ഒരു എക്കോണമിക് ഓർഡർ ക്വാണ്ടിറ്റി, ഒരു എത്ര ക്വാണ്ടിറ്റിയിൽ ഓർഡർ ചെയ്താലാണ് കമ്പനിക്ക് ഏറ്റവും കോസ്റ്റ് കുറവ് ഉണ്ടാവുക. അവർ ഈ ഫിനാൻഷ്യൽ അനാലിസിസ് നടത്തിയിട്ടൊക്കെയാണ് മനസ്സിലാക്കുന്നത്. ഡിവിഡൻഡ് പോളിസി അനാലിസിസ് ആൻഡ് സ്റ്റഡി. ഇപ്പോൾ ഫിനാൻഷ്യൽ അനലിസ്റ്റ് കമ്പനി ഒരുപാട് ഡിവിഡൻഡ് കൊടുക്കണമെങ്കിൽ കമ്പനിക്ക് അതുകൊണ്ട് തന്നെ ലാഭം ഉണ്ടാക്കാൻ പറ്റായിക വരും. കാരണം ഡിവിഡൻഡ് ഫുൾ കൊടുത്തു കഴിഞ്ഞാൽ കമ്പനിയുടെ വളർച്ചയ്ക്ക് വേണ്ടിയിട്ടുള്ള എമൗണ്ട് കയ്യിൽ ഉണ്ടാവില്ലല്ലോ. അപ്പോൾ ഫിനാൻഷ്യൽ അനലിസ്റ്റ് പറയും നിങ്ങൾ അധികം ഡിവിഡൻഡ് കൊടുക്കരുത്, ഒരു റേഷ്യോ മെയിൻറ്റെയിൻ ചെയ്യണം, ഒരു ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യണം. എന്നിട്ട് അപ്പോൾ നിങ്ങൾ ഷെയർ ഹോൾഡേഴ്സിനെ ഹാപ്പി ആക്കണം, അറ്റ് ദ സെയിം ടൈം നിങ്ങൾ കമ്പനി വളർത്താൻ നോക്കണം. അതൊക്കെ ഫിനാൻഷ്യൽ അനലിസ്റ്റ് പറഞ്ഞു കൊടുക്കും. അതെങ്ങനെ പറഞ്ഞു കൊടുക്കുക? ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് അനലൈസ് ചെയ്തിട്ട് അവിടുത്തെ ഡെഫിഷ്യൻസി കണ്ടുപിടിച്ചിട്ട് അനലിസ്റ്റ് പറഞ്ഞ മേലെ പറഞ്ഞ സെയിം സംഭവം തന്നെ. അനലിസ്റ്റ് ക്യാൻ സ്റ്റഡി ദ എക്സ്റ്റെന്റ് ഓഫ് എക്കോണമിക് പവർ കോൺസെൻട്രേഷൻ, അനലൈസ് ഫൈനാൻഷ്യൽ പോളിസീസ് ആൻഡ് ഫോംസ് ഒപ്പീനിയൻ ഓൺ ഇൻവെസ്റ്റ്മെന്റ് പാറ്റേൺസ്. അനലിസ്റ്റ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് സ്റ്റഡി ചെയ്തിട്ട് ആ എൻറ്റിറ്റി ഉൾപ്പെടുന്ന ഇൻഡസ്ട്രിയിൽ ഏറ്റവും കൂടുതൽ മൊണോപ്പൊളി വല്ലതും ഉണ്ടോ, എക്കോണമിക് പവർ കോൺസെൻട്രേഷൻ ഉദ്ദേശിക്കുന്നത് മൊണോപ്പൊളി ആയിട്ട് വല്ലൊരു ആ ഇൻഡസ്ട്രിയിൽ ഉണ്ടോ. അതുപോലെ തന്നെ അനലൈസ് ഫൈനാൻഷ്യൽ പോളിസീസ്, നത്തിങ് ബട്ട് ലൈക്ക് ഗവൺമെന്റ് വല്ല പുതിയ റൂൾസ് വല്ലതും ഇറക്കുന്നുണ്ടോ, അല്ലെങ്കിൽ ഫോം ഒപ്പീനിയൻസ് ഓൺ ഇൻവെസ്റ്റ്മെന്റ് പാറ്റേൺസ്, ലൈക്ക് പൊതുവെ ഒരു ഷെയർ ഹോൾഡർ ലൈക്ക് ഏതിലാണ് ഇൻവെസ്റ്റ് ചെയ്യാൻ ലൈക്ക് താല്പര്യപ്പെടുക, എന്താണ് ഒരു പൊതുവെ ഒരു ഷെയർ ഹോൾഡേഴ്സിന്റെ ഇൻവെസ്റ്റ്മെന്റ് പാറ്റേൺ ഉണ്ടാവുക, അതൊക്കെ ഈ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് വഴി
അനലിസ്റ്റ് പഠിക്കും. ഇപ്പൊ ഉണ്ടല്ലോ ഇവിടെ ഭയങ്കര മൊണോപ്പൊലി ഉള്ള ഒരു ഇൻഡസ്ട്രി ആണെന്നുണ്ടെങ്കിൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് വഴി ആ അനലിസ്റ്റ് പറയും നിങ്ങൾ ഈ ബിസിനസ് നടത്തുന്നതിൽ ഒരു കാര്യമില്ല, കാരണം ഒരു മൊണോപ്പൊലി ആയിട്ടുണ്ട്. ഒന്നെങ്കിൽ നിങ്ങൾ പുതിയ ഫണ്ട് ഇറക്കിയിട്ട് വലിയ പ്രൊഡക്റ്റ് വല്ലതും ലോഞ്ച് ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ നിങ്ങൾ ഒഴിഞ്ഞു പോയിരിക്കും നല്ലത്. അപ്പൊ അങ്ങനത്തെ ഓരോ സജഷൻസ് പറഞ്ഞു കൊടുക്കും. ഇപ്പൊ അല്ലെങ്കിൽ പുതിയ വലിയ ഗവൺമെന്റ് റൂൾ വരുന്നത്, നാളെ പെട്രോളിയം കാർ യൂസ് ചെയ്യാൻ പാടില്ല എന്നുള്ള ഗവൺമെന്റ് റൂൾ വന്നു കഴിഞ്ഞാൽ ഞാൻ പെട്രോളിയം കാർ പ്രൊഡ്യൂസ് ചെയ്യുന്ന കമ്പനി ആണെങ്കിൽ ഞാൻ പിന്നെ അത് കണ്ടിന്യൂ ചെയ്യുന്നതിൽ കാര്യമില്ലല്ലോ. അപ്പോൾ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ഒക്കെ അനലൈസ് ചെയ്തിട്ട് അനലിസ്റ്റ് ഇത്തരം ലൈക്ക് കൺക്ലൂഷൻസ് ഒക്കെ പറഞ്ഞു കൊടുക്കും. ലേബർ യൂണിയൻ ആയാലും എന്താണ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് അനലൈസ് ചെയ്യും, എത്രത്തോളം ഇൻകം എക്സ്പെൻഡിച്ചർ ഉണ്ട്, അതിനനുസരിച്ചിട്ട് എത്ര കൂലി വേണമെന്ന് ലേബർമാർക്ക് പറയാൻ വേണ്ടിയിട്ട്. ലേബർ യൂണിയൻ എന്ന് ഉദ്ദേശിക്കുന്നത് ലൈക്ക് ലേബർ മൊത്തത്തിൽ ഒരു കമ്മിറ്റി ഉണ്ടാവില്ല അവർ. അതുപോലെ തന്നെ നിയമം അല്ലെങ്കിൽ ഗവൺമെന്റ് ക്യാൻ ഗെറ്റ് ഇൻഫർമേഷൻ അബൌട്ട് ലൈസൻസിങ്, പ്രൈസ് ഫിക്സിംഗ് ആൻഡ് അതർ റെഗുലേഷൻസ് ത്രൂ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് അനാലിസിസ്. ഓക്കെ, ലിമിറ്റേഷൻസ് എന്താ? ഡിസൈഡിങ് ആൻ അപ്രോപ്രിയേറ്റ് ബേസിസ് ഫോർ കമ്പാരിസൺ ഇസ് ഡിഫിക്കൽട്ട്. ഇതൊക്കെ ഓരോ സിനാരിയോയിൽ ഉണ്ടാവുന്ന ഡിഫിക്കൽട്ടി പറഞ്ഞതാണ്. ഇപ്പൊ ഞാനൊരു സ്റ്റാർട്ടപ്പ് ആണ്, ഞാനൊരു മൾട്ടിനാഷണൽ കമ്പനി ആയിട്ട് കമ്പയർ ചെയ്യാൻ നോക്കി കഴിഞ്ഞാൽ അവിടെ എനിക്കൊരു അപ്രോപ്രിയേറ്റ് ബേസിസ് ഉണ്ടാവണമെന്നില്ല. കമ്പാരിസൺ ഇസ് ഡിഫിക്കൽട്ട് ബിക്കോസ് ഓഫ് ഡിഫറൻസ് ഇൻ സിറ്റുവേഷൻ ഓഫ് ടു കമ്പനീസ് ഓഫ് വൺ കമ്പനി ഓവർ ഇയേഴ്സ്. ഇപ്പോൾ ഞാൻ ടെക്സ്റ്റൈൽ മാനുഫാക്ചറിങ് കമ്പനിയാണ്, എനിക്കൊരു ക്രൂഡ് ഓയിൽ മാനുഫാക്ചറിങ് കമ്പനി ആയിട്ട് കമ്പയർ ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ അവിടെ ഫിനാൻഷ്യൽ അനാലിസിസ് പോസിബിൾ അല്ല, കാരണം രണ്ട് ധ്രുവങ്ങളിൽ വർക്ക് ചെയ്യണം, അല്ലെങ്കിൽ രണ്ട് ഏരിയയിൽ വർക്ക് ചെയ്യണത്. അവരുടെ കസ്റ്റമർ ഡിഫറെന്റ് ആണ്, ലൈക്ക് പ്രൈസ് ഡിഫറെന്റ് ആണ്. ഫിനാൻഷ്യൽ അനാലിസിസ് ഇൻവാലിഡ് ഇഫ് പ്രൈസ് ലെവൽ ചേഞ്ചസ്. ഇപ്പോ എന്താണ് ഇപ്പോൾ ഞാൻ ലൈക്ക് എൻ്റെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് അനലൈസ് ചെയ്തിട്ട് ഞാൻ തീരുമാനിച്ചു 10 രൂപയാണ് ഒരു പ്രൊഡക്റ്റിന് വിൽക്കാന്ന്. 10 രൂപക്ക് ഒരു പ്രൊഡക്റ്റ് വിൽക്കാൻ തീരുമാനിച്ചു, എനിക്ക് ലാഭം അത്ര കിട്ടുന്നുള്ളത്. എന്നിട്ട് ഞാൻ വിൽക്കുന്ന സെയിം പ്രൊഡക്റ്റ് തന്നെ വലിയ ഒരു അംബാനിയെ പോലെ വലിയൊരു ജയിന്റ് ബിസിനസ് ടൈക്കോൺ വന്നിട്ട് ഈ സെയിം പ്രൊഡക്റ്റ് എൻ്റെ അപ്പുറത്ത് ഒരു കമ്പനി തുടങ്ങിയിട്ടുണ്ടാക്കുകയാണ്. അപ്പൊ അയാള് 8 രൂപക്ക് വിൽക്കുകയാണെങ്കിൽ ഞാനും നിർബന്ധിതനാവില്ല 8 രൂപക്ക് വിൽക്കാൻ. അപ്പിന്റെ ഫിനാൻഷ്യൽ അനാലിസിസ് പ്രകാരം ഞാൻ 10 രൂപ ഫിക്സ് ചെയ്തൊക്കെ വെറുതെ ആയില്ലേ. അതാണ് പ്രൈസ് ലെവൽ ചേഞ്ചസ് ചെയ്യുമ്പോൾ ഫിനാൻഷ്യൽ അനാലിസിസ് ഉപകാരമില്ല എന്ന് പറയുന്നത്. ഹിസ്റ്റോറിക്കൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് ആർ നോട്ട് ട്രൂ ഇൻഡിക്കേറ്റേഴ്സ് ഓഫ് എ ഫ്യൂച്ചർ പെർഫോമൻസ്. ഞാൻ കഴിഞ്ഞ കൊല്ലം 10 ലക്ഷം ഉണ്ടാക്കി എന്ന് കരുതിയിട്ട്, കഴിഞ്ഞ കൊല്ലം വരെ എല്ലാ ഓൺ ആൻ ആവറേജ് 10 ലക്ഷം ഉണ്ടാക്കാറുണ്ടെന്ന് കരുതിയിട്ട് ഞാൻ അടുത്ത കൊല്ലം 12 ലക്ഷം ഉണ്ടാക്കുമെന്ന് തീരുമാനിച്ചു. ഓൺ ആൻ ആവറേജ് ഞാൻ ഫിനാൻഷ്യൽ അനാലിസിസ് നടത്തിയപ്പോൾ എനിക്ക് മനസ്സിലായി 10 ലക്ഷം ഞാൻ ഇൻകം പ്രോഫിറ്റ് ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ ഇനി ഒരു അടുത്ത ഫ്യൂച്ചറിൽ 12 ലാക്ക് ഉണ്ടാക്കുമെന്ന് ഞാൻ എക്സ്പെക്ട് ചെയ്തു. ബട്ട് പെട്ടെന്ന് നാളെ കൊറോണ വന്നു, അവിടെ ഫിനാൻഷ്യൽ അനാലിസിസ് വർക്ക് ചെയ്തില്ല. നത്തിങ് ബട്ട് ഹിസ്റ്റോറിക്കൽ അല്ലെങ്കിൽ പാസ്റ്റ് ഡാറ്റ എപ്പോഴും പാസ്റ്റ് ഡാറ്റയുടെ മേലെ നമ്മൾ നടത്തുന്ന എക്സ്പെക്ടേഷൻ എപ്പോഴും ഫ്യൂച്ചറായിട്ട് മീറ്റ് ചെയ്തോളണമെന്നില്ല എന്ന്. അപ്പോൾ ഇതൊരു ലിമിറ്റേഷൻസ് പറയാണ്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ലിമിറ്റേഷൻ ഓഫ് ഫിനാൻഷ്യൽ അനാലിസിസും ബെനിഫിറ്റ് ഫോർ ഡിഫറെൻറ്റ് സ്റ്റേക്ക് ഹോൾഡേഴ്സും ഇമ്പോർട്ടൻ്റ് ആട്ടാ. ഇനി ടൈപ്സ് ഓഫ് ഫിനാൻഷ്യൽ അനാലിസിസ് എന്തൊക്കെ ടൈപ്സ് ഉള്ളത്? എക്സ്റ്റേണൽ അനാലിസിസ് ഉണ്ട്, ഇന്റേണൽ അനാലിസിസ് ഉണ്ട്. സിമ്പിൾ ആണ്. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് എക്സ്റ്റേണൽ ആയിട്ടുള്ള ആൾക്കാരാണ് അനലൈസ് ചെയ്തിട്ട് ഡിസിഷനിലോട്ട് എത്തണമെന്നുണ്ടെങ്കിൽ അത് എക്സ്റ്റേണൽ അനാലിസിസ് ആയി. ഇനി ഇന്റേണൽ ആയിട്ടുള്ള ആൾക്കാരാണ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് അനലൈസ് ചെയ്തിട്ട് വല്ല ഡിസിഷനിലോട്ട് എത്തണമെന്നുണ്ടെങ്കിൽ അത് ഇന്റേണൽ അനാലിസിസ് ആയി. ഓക്കെ, കണ്ടക്ടഡ് ബൈ എക്സ്റ്റേണൽ പേഴ്സൺസ് നോട്ട് ഡയറക്ട്ലി റിലേറ്റഡ് ടു അക്കൗണ്ടിങ് റെക്കോർഡ്സ് ഓഫ് കൺസേൺസ്. നത്തിങ് ബട്ട് ബാങ്ക്, ഗവൺമെന്റ് അവരൊന്നും ബുക്സ് ഓഫ് അക്കൗണ്ട് ഡാറ്റ റിലേറ്റഡ് അല്ലല്ലോ, മാനേജ്മെന്റ് റിലേറ്റഡ് ആയ പോലെ. അവര് റിലേ ചെയ്യുന്ന എന്തിന്റെ മേലെ? പബ്ലിഷ്ഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിന്റെ മേലെയാണ്. മാനേജ്മെന്റ് ബുക്സ് ഓഫ് അക്കൗണ്ട് പ്രകാരം പ്രിപ്പയർ ചെയ്ത ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് പബ്ലിക്കിന് റിലീസ് ചെയ്യൂല. ആ റിലീസ് ചെയ്യുന്ന ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് മേലെയാണ് എക്സ്റ്റേണൽ അനാലിസിസ് നടത്തുന്ന ആൾക്കാർ റിലീസ് ചെയ്യുക. കാരണം അവർക്ക് കമ്പനിയുടെ ഉള്ളിലത്തെ ബുക്സ് ഓഫ് അക്കൗണ്ട് നോക്കാൻ അധികാരമില്ല, ഇല്ലേ? ഇപ്പോ നമ്മുടെ പ്രോഗ്രസ് കാർഡ് വേണമെങ്കിൽ അയൽക്കാർ നോക്കും. നമ്മളെ പ്രോഗ്രസ് കാർഡിന് കാരണമായ നമ്മുടെ നോട്ട് ബുക്കുകൾ വന്നിട്ട് നോക്കത്തില്ലല്ലോ അയൽക്കാര്. ഒരു എക്സാമ്പിൾ പറഞ്ഞാണ്. Outsiders relies on the figures from the financial statement and supplementary information in the annual report. Supplementary information is additional information to get an idea and to take appropriate decision. Generally used by bank, money lenders, creditors, government agencies and prospective investors. കണ്ടവരൊക്കെ outsiders അല്ലേ. prospective investors ഉദ്ദേശിക്കുന്നത് നമ്മുടെ കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പോണ് എന്ന് തീരുമാനിക്കുന്ന ആൾക്കാർ. ഇൻവെസ്റ്റേഴ്സ് അല്ല. ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവരിലേക്ക് ഇന്റേണലായി അല്ലെങ്കിൽ ഓണേഴ്സായി ഭാവിയിൽ നമ്മുടെ ഇൻവെസ്റ്റേഴ്സ് ആവാൻ സാധ്യതയുള്ള ആൾക്കാരെയാണ് എക്സ്റ്റേണൽ എന്ന് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഓക്കെ, ഇനി നേരെ ഇതിന്റെ ഓപ്പോസിറ്റ് ആണ് ഇന്റേണൽ അനാലിസിസ് എന്ന് പറഞ്ഞാൽ കണ്ടക്ടഡ് ബൈ ഇന്റേണൽ പേഴ്സൺസ്. ദാറ്റ് മീൻസ് പീപ്പിൾ ഇൻസൈഡ് ദ ഫേം ആൻഡ് ഫോർ ദ ബെനിഫിറ്റ് ഓഫ് ദ ഓർഗനൈസേഷൻ റിലേറ്റഡ് ടു അക്കൗണ്ടിംഗ് റെക്കോർഡ്സ്. കണ്ടക്ടഡ് ബൈ ഇന്റേണൽ പേഴ്സൺസ് റിലേറ്റഡ് ടു അക്കൗണ്ടിംഗ് റെക്കോർഡ്സ് യൂസിംഗ് ഇന്റേണൽ റെക്കോർഡ്സ് ആൻഡ് ബുക്സ് യൂസ്ഡ് ബൈ ഫൈനാൻസ് ആൻഡ് അക്കൗണ്ടിംഗ് ഡിപ്പാർട്ട്മെന്റ് എക്സിക്യൂട്ടീവ്സ് എക്സെട്ര. ലൈക്ക് ഇവരൊക്കെ കമ്പനിയുടെ ഉള്ളിലുള്ള ആൾക്കാരല്ലേ. എന്തിനാണ് ഇവര് അനലൈസ് ചെയ്യുന്നത്? ടു ഹെൽപ്പ് മാനേജ്മെന്റ് ടു കാൽക്കുലേറ്റ് പ്രോഫിറ്റബിലിറ്റി, സോൾവൻസി, ലിക്വിഡിറ്റി ആൻഡ് ഐഡന്റിഫൈ വീക്ക്നെസ്. ഓൾറെഡി നമ്മൾ പറഞ്ഞ സാധനങ്ങൾ തന്നെയാണ് അല്ലേ. ഇനി ഹോറിസോണ്ടൽ അനാലിസിസും വെർട്ടിക്കൽ അനാലിസിസും
മെത്തേഡ് ഓഫ് ഓപ്പറേഷന്റെ ബേസിസിൽ ഹോറിസോണ്ടൽ ഇപ്പോൾ ഇത് ഇയർ 1, ഇത് ഇയർ 2, സെയില് 10 lakh 5 lakh, കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് 8 lakh 3 lakh, പ്രോഫിറ്റ് എത്ര 2 lakh, ഇവിടെയും 2 lakh ആയാലോ. ഓക്കെ, അപ്പൊ ഇവിടെ ഞാൻ ഇങ്ങനെ ഹോറിസോണ്ടലി കമ്പയർ ചെയ്യണം, ഇയർ ടു ഇയർ ബേസ് കമ്പയർ ചെയ്യുന്നതാണ് ഹോറിസോണ്ടൽ അനാലിസിസ്. അനാലൈസിങ് ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ഓഫ് 1 year ബൈ കമ്പയറിംഗ് ദം വിത്ത് അനദർ ഇയർ ഓർ ഇയേഴ്സ്. എന്ന വെർട്ടിക്കൽ അനാലിസിസ് പറഞ്ഞാൽ എന്താ, ലൈക്ക് ഇങ്ങനെ കമ്പയർ ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാൽ 8 കോസ്റ്റ് ഓഫ് ഗുഡ്സ്, ഇവിടെ സെയിൽസ് 100%, ഇവിടെ കോസ്റ്റ് ഓഫ് ഗുഡ്സ് എത്ര 80%, പ്രോഫിറ്റ് എത്ര 20%. ഇനി ഇത് ഇന്റർഫേം ആയിട്ട് ഞാൻ കമ്പയർ ചെയ്യുമ്പോഴാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഞാൻ വിത്തിൻ ഇയർ അല്ലേ ഞാൻ ആദ്യം കമ്പയർ ചെയ്തത് പെർസെന്റേജ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി. ആ പെർസെന്റേജിനെ ഇന്റർഫേം കമ്പാരിസൺ ചെയ്യുമ്പോൾ പറയുന്നതാണ് വെർട്ടിക്കൽ അനാലിസിസ്. അതാണ് അനലൈസിങ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ഓഫ് എൻ ഓർഗനൈസേഷൻ ഫോർ 1 period. ഇറ്റ് ഈസ് യൂസ്ഫുൾ ഫോർ ഇന്റർഫേം കമ്പാരിസൺ. ഇപ്പോൾ ഈ 100%, 80%, 20%, എന്റെ സെയിം ഇൻഡസ്ട്രിയിലുള്ള വേറെ എൻറ്റിറ്റിയുടെ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ഞാൻ എത്ര നോക്കും. ഇപ്പൊ എന്റെ ഇവിടെ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് 80% അല്ലേ, എന്നാ ബാക്കിയുള്ള എന്റെ സിമിലർ ബിസിനസ് നടത്തുന്ന വേറെ ഒരാളുടെ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് 60% ആണെങ്കിൽ ഞാൻ മനസ്സിലാക്കും, എന്റെ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കൂടുതലാണ്, ഞാൻ അവനെ പോലെ കുറവാക്കണം. അവനൊരു ചാൻസ്, ഒരു ഓപ്പർച്യൂണിറ്റി ഉള്ളതുകൊണ്ടല്ല, അവൻ ചിലപ്പോൾ എഫിഷ്യന്റ് ആയിട്ട് വല്ലതും പ്രൊഡക്ഷൻ നടത്തിയോണ്ടായിരിക്കും 60% വന്നത്. അപ്പൊ അവന് 40% ലാഭം വരെയാണ് അല്ലേ, 100-ന്ന് 60% പോയാല്. അപ്പോൾ ഇവിടൊക്കെ ഈ ഞാൻ അനാലിസിസ് ആണ് നത്തിങ് ബട്ട് നടത്തുന്നത്. അപ്പോൾ ഒരു വിത്തിൻ ഇയർ പെർസെന്റേജ് കമ്പ്യൂട്ട് ചെയ്തിട്ട് വേറെ ഫേമിനായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ, സിമിലർ ഫേമിനായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അത് വെർട്ടിക്കൽ അനാലിസിസ്. ഇയർ ടു ഇയർ കമ്പയർ ചെയ്യുമ്പോൾ, അത് ഫ്യൂച്ചർ ഇയർ ആവാം പാസ്റ്റ് ഇയർ ആവാം, കമ്പയർ ചെയ്തിട്ട് ഡിസിഷനിലോട്ട് എത്രയാണ് എന്ത് ഹോറിസോണ്ടൽ അനാലിസിസ്. ഇനി അക്കൗണ്ടിങ് ടു ഒബ്ജക്റ്റീവ്സിന് ഇത് ലോങ് ടേം അനാലിസിസും ഷോർട്ട് ടേം അനാലിസിസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഓരോ ആസ്പെക്റ്റിൽ ഡിവൈഡ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞത്. ലോങ് ടേം അനാലിസിസ് പറഞ്ഞാൽ എന്താ, സ്റ്റഡിങ് ലോങ് ടേം ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി, നത്തിങ് ബട്ട് ലോങ് ടേം ലൈബിലിറ്റി ലോങ് ടേം അസറ്റ് ആയിട്ട് കമ്പയർ ചെയ്യും. ഷോർട്ട് ടേം അനാലിസിസിൽ ഷോർട്ട് ടേം അസറ്റ് ഷോർട്ട് ടേം ലൈബിലിറ്റി ആയിട്ട് കമ്പയർ ചെയ്യും. എന്നിട്ട് ഷോർട്ട് ടേം ലൈബിലിറ്റി പേ ചെയ്യാനുള്ള ഷോർട്ട് ടേം അസറ്റ് ഉണ്ടോ നോക്കും ഷോർട്ട് ടേം അനാലിസിസ്. നത്തിങ് ബട്ട് വർക്കിംഗ് ക്യാപിറ്റൽ മീറ്റ് ചെയ്യാനുള്ള ഫണ്ട് ഉണ്ടോ നോക്കും ഷോർട്ട് ടേം അനാലിസിസ്. എന്നാൽ ലോങ് ടേമിലാണെങ്കിലോ ലോങ് ടേം ലൈബിലിറ്റി മീറ്റ് ചെയ്യാനുള്ള ഫണ്ട് ഉണ്ടോ നോക്കും, നത്തിങ് ബട്ട് അസറ്റ് ഉണ്ടോ നോക്കും. അതാണ് സ്റ്റഡിങ് ലോങ് ടേം ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി, solvency and profitability to determine if the firm will survive in the long run and helps in long term financial planning. നത്തിങ് ബട്ട് ഇവിടെ ഡെപ്റ്റ് ടു ഇക്വിറ്റി റേഷ്യോ അല്ലെങ്കിൽ ഡെറ്റ് ടു ടോട്ടൽ അസറ്റ് ഒക്കെയാണ് നോക്കാം. ഇപ്പോൾ ഡെറ്റ് ടു ടോട്ടൽ അസറ്റ് വരുന്നത് ഒരു 40% ആണെങ്കിൽ എനിക്ക് ചിലപ്പോൾ പേടി ഉണ്ടാവില്ല. കാരണം ടോട്ടൽ അസറ്റിന് 40% ഡെറ്റ് ഉള്ളൂ. പക്ഷെ ടോട്ടൽ അസറ്റിന്റെ 90% ഡെറ്റ് എന്നുണ്ടെങ്കിലോ ഞാൻ പേടിക്കും. കാരണം ഡെപ്റ്റ് ഡിബെഞ്ചർ എനിക്ക് കൊടുക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ 90% ടോട്ടൽ അസറ്റ് ഞാൻ വിറ്റ് പോകേണ്ടി വരും. അപ്പൊ എന്റെ കമ്പനി എനിക്ക് മുന്നോട്ട് ലോങ് ടേമിൽ കൊണ്ടുപോകാൻ പറ്റത്തില്ല. അപ്പൊ അതൊക്കെ കൺക്ലൂഡ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യണ ലൈക്ക് അങ്ങനെ ലോങ് ടേം അസറ്റ് ലൈബിലിറ്റി തമ്മിലുള്ള കമ്പാരിസൺ ആണ് ലോങ് ടേം അനാലിസിസ്. ഷോർട്ട് ടേം അനാലിസിസ് പറഞ്ഞാൽ അപ്പൊ നേരെ തിരിച്ച് സ്റ്റഡിങ് കറന്റ് ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി, സോൾവൻസി ആൻഡ് പ്രോഫിറ്റബിലിറ്റി ടു ഡിറ്റർമിൻ ഇഫ് ദ ഫേം ഹാസ് സഫിഷ്യന്റ് ഫണ്ട് ടു മീറ്റ് ഷോർട്ട് ടേം റിക്വയർമെന്റ് ദാറ്റ് ഹെൽപ്സ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ അനാലിസിസ്. ഷോർട്ട് ടേം റിക്വയർമെന്റ് പറഞ്ഞാൽ ബട്ട് വർക്കിംഗ് ക്യാപിറ്റൽ മീറ്റ് ചെയ്യാനുള്ള ഫണ്ട് കയ്യിലുണ്ടോ എന്ന് നോക്കും. അതാണ് ഷോർട്ട് ടേം അനാലിസിസ്. ലൈക്ക് ഇത് ഞാനൊരു ചെറിയൊരു രീതിയിൽ പറയാം, വലിയ ഇമ്പോർട്ടൻ്റ് അല്ല. ട്രഡീഷണൽ അപ്രോച്ച് പറഞ്ഞാൽ പണ്ട് കാലത്ത് നമ്മൾ ഇങ്ങനെ പറയില്ലേ, വിവരമില്ലാത്ത ആൾക്കാർ യൂസ് ചെയ്തിട്ടുള്ള ഒരു മെത്തേഡ്, അവർ ഒരു സിസ്റ്റമാറ്റിക് അല്ല, അവർക്ക് തെറ്റാണെങ്കിൽ പോലും അത് അവരുടെ ഈഗോ പ്രകാരം സമ്മതിക്കാത്ത ഒരു കൺവെൻഷനൽ ആയിട്ട് അല്ലെങ്കിൽ ആൾക്കാർ ഫോളോ ചെയ്യുന്നു അതുകൊണ്ട് അങ്ങോട്ട് ഫോളോ ചെയ്യുന്നു, സ്വയം ആലോചിക്കാതെ എന്നുള്ളൊരു മീനിങ്ങിൽ പറയുന്ന കോൺസെപ്റ്റാണ് ട്രഡീഷണൽ അപ്രോച്ച്. അല്ലാതെ മോഡേൺ അപ്രോച്ച് പറഞ്ഞാൽ സിസ്റ്റമാറ്റിക് ആയിട്ട് റെലവെന്റ് ടെക്നിക്സ് ആൻഡ് മെത്തേഡും അല്ലെങ്കിൽ റെലവെന്റ് മോഡൽസ്, ഇപ്പൊ പല വാൾട്ടേഴ്സ് മോഡൽസ് അല്ലെങ്കിൽ അങ്ങനെ പല ലൈക്ക് ലോജിക്കലായിട്ട് സിസ്റ്റമാറ്റിക് ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു അപ്രോച്ചാണ് മോഡേൺ അപ്രോച്ച് പറഞ്ഞാൽ. അപ്പോൾ ഇൻ ട്രഡീഷണൽ അപ്രോച്ച് ഇറ്റ് ട്രീറ്റ്സ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് അനാലിസിസ് ആസ് എ സെപ്പറേറ്റ് ബ്രാഞ്ച് ഓഫ് സ്റ്റഡി ബേസ്ഡ് ഓൺ ബേസിക് കോൺസെപ്റ്റൽ അനലിറ്റിക്കൽ ഫ്രെയിംവർക്ക്. ഇറ്റ് ഈസ് നോട്ട് ടിപ്പിക്കലി യൂസ്ഡ് ഫോർ ഇന്റർണൽ ഡിസിഷൻ മേക്കിംഗ്. നത്തിങ് ബട്ട് ഗവൺമെന്റിന് പ്രോഫിറ്റ് എത്രയാണ് എന്ന് പറയാൻ വേണ്ടി മാത്രമേ യൂസ് ചെയ്തിട്ടുള്ളൂ. അല്ലാതെ ഒരു അനാലിസിസ് നടത്തിയിട്ട് ലോങ് ടേമിലോ ഷോർട്ട് ടേമിലോ അങ്ങനെ ബൈഫർക്കേറ്റ് ചെയ്തിട്ടുള്ള ക്ലാസ് സ്റ്റഡിയോ അങ്ങനെ നടത്തിയിട്ടില്ല എന്ന്. ദിസ് ഈസ് എ ബ്രോഡ് അപ്രോച്ച് ദാറ്റ് പ്രൊവൈഡ്സ് എ കോൺസെപ്റ്റൽ ആൻഡ് അനലിറ്റിക്കൽ ഫ്രെയിംവർക്ക് ഫോർ ഫിനാൻഷ്യൽ ഡിസിഷൻ മേക്കിംഗ്. ഇറ്റ് ഈസ് എൻ ഇന്റഗ്രൽ പാർട്ട് ഓഫ് ഓവറോൾ മാനേജ്മെന്റ്. നത്തിങ് ബട്ട് എല്ലാ ഏരിയാസിലും ഫിനാൻഷ്യൽ അനാലിസിസ് യൂസ് ചെയ്യും മോഡേൺ അപ്രോച്ചിൽ. ഡിഫറൻസ് ഞാൻ പഠിക്കുന്നതെന്ന് പറയില്ല, നിങ്ങൾക്ക് ലാസ്റ്റ് പ്രയോറിറ്റിയിൽ ടൈം ഉണ്ടെങ്കിൽ മാത്രം പഠിക്കാം. ഓക്കെ, ഒരു 5 to 6 പോയിന്റ്സ് പഠിക്കാം.
ഈ പഴയ കാലത്ത് അല്ലെങ്കിൽ ട്രഡീഷണൽ അപ്രോച്ചിൽ അല്ലെങ്കിൽ ആൾക്കാർ കുറെ ഫോളോ ചെയ്ത് വന്നിട്ടുള്ള മെത്തേഡിൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് അനാലിസിസ് ഇസ് നോട്ട് എൻ ഇമ്പോർട്ടന്റ് പാർട്ട് എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ എക്കോണമിസ്റ്റും ഫിനാൻസ് എക്സ്പേർട്ടും ഡു നോട്ട് റിലേ ഓൺ ദ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ആൻഡ് ഓഫൺ ഇഗ്നോർ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് അനാലിസിസ്. ട്രഡീഷണൽ അപ്രോച്ചിൽ എന്നാൽ മോഡേൺ അപ്രോച്ചിലോ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് പ്രോസസിംഗ് സിസ്റ്റം ഡിസൈൻ ടു ജനറേറ്റ് റെലവന്റ് ഇൻഫർമേഷൻ ആസ് ഇൻപുട്ട് വേരിയസ് ഡിസിഷൻ മേക്കിംഗ് മോഡൽസ് സച്ച് എസ് പോർട്ട്ഫോളിയോ സെലക്ഷൻ മോഡൽ ആൻഡ് ബാങ്ക് ലെൻഡിംഗ് ഡിസിഷൻ. നത്തിങ് ബട്ട് ബാങ്ക് ലെൻഡ് ചെയ്യണമെങ്കിൽ ആയിക്കോട്ടെ, അല്ലെങ്കിൽ നമ്മൾ എവിടെ ഇൻവെസ്റ്റ്മെന്റ് നടത്തണമെന്നുണ്ടെങ്കിൽ പോലും നമ്മൾ പ്രോപ്പർ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് അനാലിസിസ് നടത്തുന്നതാണ് പറയുന്നത്. അതൊക്കെ ജസ്റ്റ് ഒന്ന് വായിച്ചു പോയാൽ മതിട്ടാ. framework within which analytical method and techniques are developed are not defined appropriately, leading to a lack of ഒരു സിസ്റ്റമാറ്റിക് മെത്തേഡ് അല്ല നമ്മൾ ഫോളോ ചെയ്യാൻ നമുക്ക് തോന്നുന്ന പോലെ. ഇപ്പോൾ നമ്മൾ എക്സാമിന് നമ്മൾ രണ്ട് രീതിയിൽ പഠിക്കും. ചിലർ ചാപ്റ്റർ 1 തൊട്ടിട്ട് ഫസ്റ്റത്തെ ലൈൻ ബൈ ലൈൻ ഓരോന്ന് ഇങ്ങനെ പഠിച്ച് അവസാനം എത്തും. അല്ലാത്തവർ ചിലർ സ്മാർട്ട് വർക്ക് രീതിയിൽ നടത്തും. എങ്ങനെ ഇമ്പോർട്ടൻറ്റ് ചാപ്റ്റേഴ്സ് ആദ്യം ഏതൊക്കെ പഠിക്കും, എന്നിട്ട് ബാക്കി സമയം ഉണ്ടെന്നുണ്ടെങ്കിൽ ലാസ്റ്റ് പ്രയോറിറ്റി ചാപ്റ്റേഴ്സ് പഠിക്കും. അങ്ങനെ കവർ ചെയ്യുന്നവരുണ്ട്. അപ്പോൾ ഏതാണ് ഈ സ്മാർട്ട് വർക്ക്? ഇമ്പോർട്ടൻറ്റ് ചാപ്റ്റേഴ്സ് ഫസ്റ്റ് പഠിക്കുന്നവർ, അതാണ് നത്തിങ് ബട്ട് മോഡേൺ അപ്രോച്ച്. അല്ലാതെ തുടക്കം തൊട്ടിട്ട് ഹാർഡ് വർക്കിൽ മാത്രം ഫോക്കസ് ചെയ്തിട്ട് സ്മാർട്ട് വർക്കിൽ ഫോക്കസ് ചെയ്യാത്തതാണ് ട്രഡീഷണൽ അപ്രോച്ച്. ഇത് ആ ഒരു മീനിങ്ങിൽ പറഞ്ഞതാട്ടാ. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് അനാലിസിസ് ഈസ് കംപ്ലീറ്റ്ലി ഡിറ്റാച്ച്ഡ് ഫ്രം എക്കോണമിക് തിയറീസ് ആൻഡ് മോഡൽസ്. ലൈക്ക് ഇൻഫ്ലേഷൻ ഇതൊന്നും കൺസിഡർ ചെയ്യില്ല, അല്ലെങ്കിൽ ഈ ഓരോ എക്സ്പേർട്ടുകൾ പറയുന്ന മോഡൽസ് ഒന്നും കൺസിഡർ ചെയ്യാത്ത, അല്ലെങ്കിൽ ലോജിക്കലി അല്ലാത്ത അനാലിസിസ് ആണ്, അല്ലെങ്കിൽ ലൈക്ക് ലോജിക്കൽ അല്ലാത്ത രീതിയിലാണ് ട്രഡീഷണൽ അപ്രോച്ചിൽ വർക്ക് ചെയ്യുന്നത് എന്നുള്ളത്. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് അനാലിസിസ് ഈസ് കംപ്ലീറ്റ്ലി ഡിറ്റാച്ച്ഡ് ഫ്രം എക്കോണമിക് തിയറീസ് ആൻഡ് മോഡൽസ്. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് അനാലിസിസ് ഒരു ലോജിക്കൽ അല്ലാത്ത രീതിയിലാണ് ട്രഡീഷണൽ അപ്രോച്ചിൽ ചെയ്യുന്നത്. അല്ലെങ്കിൽ ഇൻഫ്ലേഷൻസ്, അല്ലെങ്കിൽ ഈ ഓരോ വാൾട്ടേഴ്സ് മോഡൽ, അല്ലെങ്കിൽ ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് തിയറീസ്, അങ്ങനത്തെ തിയറീസും മോഡൽസുകളൊന്നും കൺസിഡർ ചെയ്യില്ല ഇതിൽ ട്രഡീഷണൽ അപ്രോച്ചിൽ. എന്നാൽ മോഡേൺ അപ്രോച്ചിലോ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് അനാലിസിസ് ക്ലോസ്ലി കണക്റ്റഡ് വിത്ത് എക്കോണമിക് ആൻഡ് ഫൈനാൻസ് മോഡൽസ്. എല്ലാ മോഡൽസും കൺസിഡർ ചെയ്തിട്ട് അപ്രോപ്രിയേറ്റ് ഏതാ തോന്നുന്നത് ആ രീതിയിലാണ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് അനാലിസിസ് നടത്തുള്ളൂ എന്ന്. അടാ ഇവിടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് അനാലിസിസ് ഒന്നാമത് ഇമ്പോർട്ടന്റ് അല്ല എന്നാണ് ട്രഡീഷണൽ അപ്രോച്ചിൽ പറയുന്നത്. ഇനി ചെയ്യുകയാണെങ്കിൽ തന്നെ അതൊരു നേരായ രീതിയിൽ ചെയ്യേണ്ട പോലെ അല്ല ചെയ്യുക, അതാണ് ട്രഡീഷണൽ അപ്രോച്ചിൽ പറയുന്നത് കേട്ടോ. കണ്ട വേരിയസ് സ്റ്റാറ്റിസ്റ്റിക്കൽ വിൽ ബി യൂസ്ഡ്. ഇവിടെ ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ ടൂളും ഒന്നും യൂസ് ചെയ്യത്തില്ല. ജസ്റ്റ് ബേസിക് പെർസെൻറ്റേജ് സംഭവങ്ങൾ മാത്രമേ യൂസ് ചെയ്യത്തുള്ളൂ. നെറ്റ് പ്രോഫിറ്റ് എത്ര, ടോട്ടൽ അസറ്റ് എത്ര, ടോട്ടൽ എബിലിറ്റി എത്ര, അല്ലാതെ ബാക്കിയുള്ള എൻറ്റിറ്റിയെ കമ്പയർ ചെയ്തിട്ട് നമുക്ക് ഇത്രയും ഇൻകം കൂട്ടാൻ പൊട്ടൻഷ്യൽ ഉണ്ട്, അത് നമ്മൾ ചെയ്യുന്നില്ല, നമുക്ക് ലാഭം ഉണ്ടോ എന്ന് നോക്കുള്ളൂ, അല്ലാതെ ബാക്കിയുള്ളവരെ നോക്കിയിട്ട് നമുക്ക് ഫുൾ പൊട്ടൻഷ്യൽ എത്തിയിട്ടുണ്ടോ, അങ്ങനെ ഉള്ളൊരു ലോജിക്കൽ കമ്പാരിസൺ നടത്തത്തില്ല ട്രഡീഷണൽ അപ്രോച്ചിൽ. അക്കൗണ്ടിങ് ഡാറ്റ ആർ കൺവെൻഷനലി റിപ്പോർട്ടഡ് ഇൻ ദ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്. റിപ്പോർട്ടിംഗ് ഇവിടെ ജസ്റ്റ് അക്കൗണ്ടിങ് ഡാറ്റാസ് മാത്രമേ കൺസിഡർ ചെയ്യുള്ളൂ. ഇപ്പൊ ഞാൻ 10 ലക്ഷം രൂപയ്ക്ക് ഒരു ലാൻഡ് മേടിച്ച് കഴിഞ്ഞാൽ 10 കൊല്ലം കഴിഞ്ഞാലും ബാലൻസ് ഷീറ്റിൽ 10 ലക്ഷം തന്നെ ആയിരിക്കും വാല്യൂ ഉണ്ടാവുക. എന്നാൽ ശരിക്കും മാർക്കറ്റിൽ 1 കോടി വാല്യൂ ഉണ്ടായിരിക്കും. റീവാല്യൂഷൻ ഒന്നും ചെയ്യത്തില്ല ട്രഡീഷണൽ അപ്രോച്ചിൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് അനാലിസിസ് നടത്തുമ്പോൾ, അല്ലെങ്കിൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിൽ അപ്ഡേറ്റഡ് എമൗണ്ട് കൊടുക്കത്തില്ല മാർക്കറ്റ് വാല്യൂ അനുസരിച്ച്. എന്നാൽ ഇവിടെ അക്കൗണ്ടിങ് ഡാറ്റ കൺസിഡർ ചെയ്യും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ബാലൻസ് ഷീറ്റിൽ 10 ലക്ഷം രൂപയാണ് ചിലപ്പോൾ ഉണ്ടാവുക, ബട്ട് ഇതിന്റെ മാർക്കറ്റ് വാല്യൂ 1 കോടി ആണ് എന്ന് കൺസിഡർ ചെയ്തിട്ടായിരിക്കും ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് അനാലിസിസ് നടത്തുക. അതുപോലെ തന്നെ നോൺ അക്കൗണ്ട് ചെയ്യാത്ത പോലെ ഡാറ്റാസ് ഉണ്ടെങ്കിൽ, ഇപ്പോൾ ഷെയർ ക്യാപിറ്റലിന്റെ വാല്യൂ ബാലൻസ് ഷീറ്റിൽ ഓതറൈസ്ഡ് ക്യാപിറ്റൽ അല്ലെങ്കിൽ ഇഷ്യൂഡ് ക്യാപിറ്റലിലേക്ക് ആയിരിക്കും വാല്യൂ ഉണ്ടാവുക, ബട്ട് അതിന്റെ മാർക്കറ്റ് വാല്യൂ കൺസിഡർ ചെയ്യും. നത്തിങ് ബട്ട് ഇപ്പൊ നോക്കടാ, 10 ലക്ഷം രൂപയാണ് ലയബിലിറ്റി എടുക്കുന്നത്. അസറ്റ് ലാൻഡിന്റെ എമൗണ്ടും കൊടുക്കുന്നത് 10 ലക്ഷമാണ്. ഇവിടെ 10 ലക്ഷം വെച്ച് കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഞാൻ ടെൻഷൻ ആവുകയാണ് വേണ്ടത്. 10 ലക്ഷം ലാൻഡും ഉണ്ട്, 10 ലക്ഷം ലയബിലിറ്റി ഉണ്ട്, ബട്ട് ഇതിന്റെ മാർക്കറ്റ് വാല്യൂ പറഞ്ഞ 1 കോടിയാ. അപ്പോൾ ഇത് അപ്ഡേറ്റ് ചെയ്തില്ലെങ്കിലും അല്ലെങ്കിൽ റീവാല്യൂ ചെയ്തില്ലെങ്കിലും ഇങ്ങനെ മാത്രമേ കമ്പയർ ചെയ്യുള്ളൂ ഏതില്, ട്രഡീഷണൽ അപ്രോച്ചിൽ. പക്ഷെ അത് അപ്രോപ്രിയേറ്റ് രീതിയാണോ? അല്ല. പക്ഷെ മോഡേൺ അപ്രോച്ചിൽ ഈവൻ ഇഫ് റീവാല്യൂ ചെയ്തിട്ടില്ലെങ്കിൽ പോലും അൺഅക്കൗണ്ടിങ് ഡാറ്റ, അല്ലെങ്കിൽ നോൺ അക്കൗണ്ടിങ് ഡാറ്റ, അല്ലെങ്കിൽ അൺറിപ്പോർട്ടഡ് അക്കൗണ്ടിങ് ഡാറ്റ, നത്തിങ് ബട്ട് മാർക്കറ്റ് വാല്യൂ കൺസിഡർ ചെയ്യുമെന്ന്. അപ്പോൾ ഇവിടെ 10 lakh ഈസ് ടു 1 crore ആണ് മോഡേൺ അപ്രോച്ചിൽ ചെയ്യുക. എന്നാൽ ട്രഡീഷണൽ അപ്രോച്ചിലാണല്ലോ 10 lakh ഈസ് ടു 10 lakh ആണ് ചെയ്യുക. അപ്പൊ നമ്മുടെ അനാലിസിസ് രണ്ടിലും വരുന്ന നമ്മൾ ഡിസിഷൻ എടുക്കാൻ, രണ്ട് കേസും ഡിസിഷൻ എടുക്കുന്ന വ്യത്യാസം വരില്ലേ? മോഡേൺ അപ്രോച്ചിലല്ലേ ഒന്നുകൂടി അപ്രോപ്രിയേറ്റ് ഡിസിഷൻ നമ്മൾ എടുക്കുക. ഓക്കെ, അപ്പൊ മനസ്സിലായി വിചാരിക്കുന്നു. ഇതൊക്കെയാണ് എന്ത് ഫിനാൻഷ്യൽ അനാലിസിസിന്റെ ലൈക്ക് ടൂൾസ് ഫോർ ഫിനാൻഷ്യൽ അനാലിസിസ് വരെയുള്ള ടോപ്പിക്. ബാക്കി നമുക്ക് ലൈക്ക് അടുത്ത വീഡിയോയിൽ കവർ ചെയ്യാം. ഓക്കെ.